പ്രതീക്ഷിക്കാത്ത രാജകുമാരൻ. രചന ഭീമ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. തന്റെ റൂമിലെ കണ്ണാടിക്കുമ്പിൽ നയന സ്വന്തം രൂപം നോക്കി അഭിമാനം പൂണ്ടു. യൂണിഫോം സാരിയാണ് അവളുടെ വേഷം. സ്കൈ ബ്ലൂവിൽ തിക്ക് ഡാർക്ക് ബ്ലൂ ബോർഡർ വരുന്ന സാരിയും ഡാർക്ക് ബ്ലൂ പഫ് സ്ലീവ് 3/4 ബ്ലൗസുമാണ് യൂണിഫോം. അതവിടെ വെളുത്ത നിറത്തിന് വളരെ മനോഹരമായിരുന്നു. മോളെ നയനെ, അമ്മ മാധവിയുടെ വിളികേട്ടവൾ തിരിഞ്ഞു നോക്കി. ഐശ്വര്യവതിയായ ഒരു അമ്മയാണ് മാധവി. മോളെ, നിന്നെ മറ്റന്നാൾ പെണ്ണാണ് ഒരു കൂട്ടി വരുന്നുണ്ട്. ചെക്കന് ഗവൺമെന്റ് ഉദ്യോഗാത്രേ. നല്ലൊരു വലിയ ഇരുനില വീടും സ്വന്തമായിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ നിന്റെ വലിയേട്ടൻ വന്നപ്പോൾ അവൻ എന്നോടും സുപ്രീമോളോടും പറഞ്ഞതാ. ഒരു ബ്രോക്കറായിട്ടിനോട് പറഞ്ഞ്. അമ്മയത് നയനയോട് പറയുമ്പോൾ അവളുടെ ഉള്ളം തുടിച്ച്. വരുന്ന ചെറുക്കൻ സുന്ദരനാവൂ, അതോ മുമ്പുള്ള പോലെ? ഒരാശങ്ക അവളുടെ ഉള്ളിൽ രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. നീ എന്താ മോളെ ആലോചിക്കുന്നേ? എത്ര ആലോചന വന്നാൽ നിനക്ക് ഒന്നും പിടിക്കൂലല്ലോ. വയസ്സ് 23 ആവുന്നു നിനക്ക്. ഇതെങ്കിലും സമ്മതിച്ചേക്കണേ മോളെ. നിന്റെ ഏട്ടന്മാരെ വെറുതെ വെറുപ്പിക്കല്ലേ നീ. അമ്മ പോയപ്പോൾ വീണ്ടും അലമാരിയിലെ നിലക്കണ്ണാടി തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി നയന. അധികം വിശാലമല്ലാത്ത മുടി കയറിയ നെറ്റിത്തടം പഫ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തി ഭംഗിയായി കൊണ്ട് കെട്ടിവെച്ച സമൃദ്ധമായ മുടി. ആകർഷകമായ രൂപഭംഗിയിലൊരുങ്ങിയ അരക്കെട്ടിന് താഴെ സാരി നന്നായി ഞൊറിഞ്ഞൊടുത്തിരിക്കുന്നു. ഓരോ സാരി പ്ലീറ്റും നല്ല കലയായി സെറ്റ് ചെയ്തിരിക്കുന്നു. ആ സാരി അവൾക്ക് വളരെ മനോഹരമാണ്. നെറ്റിച്ചൂട്ടിയും മരപ്പെട്ടയും കെട്ടി വന്നാൽ ശരിക്കും ഒരു രാജകുമാരി. തൻ്റെ ഷോപ്പിൽ പോകുന്ന വഴി അത്ര ചെറുപ്പക്കാരാണ് തന്നെ വായി നോക്കി നിൽക്കുന്ന അവൾ വീണ്ടും അഭിമാന പുരസ്സരം ഓർത്തു. ഇന്നലെ ഒരുത്തൻ കണ്ണു പറിക്കാൻ നോക്കുന്നുണ്ട്. സ്വന്തം സൗന്ദര്യം കണ്ണാടിയിൽ നോക്കി ആസ്വദിക്കുക എന്നുള്ളത് അവളുടെ ഹോബിയിലൊന്നാണ്. ഈ കണ്ണുകൾ, മുടി എന്നിവയിൽ വീഴാത്ത ചെറുപ്പക്കാരുണ്ടാകുമോ? സംശയമാണ്. തൻ്റെ നീണ്ടു വിടർന്ന് നിറയെ പീലികളുള്ള ചാരക്കളർ കൃഷ്ണമണികളുള്ള മനോഹരമായി എഴുതിയ കണ്ണുകളിലേക്ക് നയന നോക്കി നിന്നുപോയി. ഈ കണ്ണുകൾ കണ്ടാൽ ഏത് കാശുകാരനും തൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുപോകും. അതോർത്തു വന്നപ്പോൾ കണ്ണാടിയിൽ നോക്കി നയനയൊന്ന് പുഞ്ചിരിച്ചു. ഇങ്ങനെ എല്ലാവരും നോക്കുന്ന ഒരാരോചകമായി ചിലപ്പോഴൊക്കെ തോന്നുമെങ്കിലും അതൊക്കെയും തനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണല്ലോ. വെറുതെ അല്ലല്ലോ. തൻ്റെ ഈ ഭംഗി അവർക്ക് കൂടി തോന്നിയിട്ടല്ലേ അല്ലേ? അവൾ സ്വയം ചോദിച്ചുകൊണ്ട് കണ്ണാടി നോക്കി ഊറിച്ചിരിച്ചു. ചിലരൊക്കെ പ്രേമാഭ്യർത്ഥനയുമായി പിറകെ കൂടി. ഒരു പുരുഷന്റെ കണ്ണിൽ നേരെ ചൊവ്വെ നോക്കാൻ കൂടി കഴിയാത്ത താനെങ്ങനെ ആ സാഹസത്തിന് മുതിരും? ആ നോട്ടം കാണുമ്പോഴേ അറിയാതെ തൻ്റെ കണ്ണ് താന്നു പോവും. തൊണ്ടക്കുഴിയിൽ നിന്ന് ഉമിനീര് വറ്റും. താനെന്താ ശരിക്കും ഇങ്ങനെ? അവൾക്ക് അത്ഭുതം തോന്നാറുണ്ട്. കൂടെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരോട് എത്ര കൂസലില്ലാതെയാണ് തൻ്റെ കൂട്ടുകാരികൾ സംസാരിക്കുന്നത്. ഇതൊക്കെ ആണുങ്ങൾ തന്നെ കണ്ടാൽ പ്രേമിക്കാൻ വരുമെന്ന ചിന്തയുള്ളതുകൊണ്ടാവും. നയന സ്വന്തം മനസ്സിനോട് ചോദിച്ചു. ഇന്നെന്തായാലും താനും കടയിലുള്ള ആണുങ്ങളോട് അനായാസത്തോടെ തന്നെ സംസാരിക്കും. നയനെ, നീ ഒന്നും കഴിക്കണില്ലേ? ജോലിക്ക് പോകണ്ടല്ലേ? വീണ്ടും അമ്മ. ഹൗ! നയനൊരു ചമ്മലോടെ കണ്ണാടിയിൽ നോക്കി ചിരിച്ചിട്ട് വേഗം തന്നെ ബാഗ് കൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ സുപ്രിയ എടുത്ത് അമ്മയോട് ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടു. അവൾക്ക് ഒരുങ്ങി മതിയായി കാണലാമേ. ആരും നോക്കുന്നോ കാണുന്നോ മിണ്ടുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇതാര് കാണാനാവും ഇങ്ങനെ ഒരുങ്ങുന്നേ? സുപ്രിയ അവളെ നോക്കി തമാശ രൂപേണ വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ഏടത്തിയോട് അല്പം നീരസം തോന്നി. സുപ്രിയ ദോശ ചുടിയാണ്. ഒപ്പം ചട്നിയുടെ പുറകെയും കൈ എത്തുന്നുണ്ട്. നയനെ, നീ ഇന്ന് പതിവിലും സുന്ദരിയായല്ലോ. ഇന്ന് എന്തായാലും നിന്റെ കണ്ണുകൾ കൊള്ളാന്ന് 10 പേര് പറയൂട്ടോ. അതൊരു കൊള്ളീച്ച വാക്കാണെങ്കിലും സുപ്രിയയുടെ മുഖത്തെ സ്നേഹഭാവം കണ്ട് നയനയുടെ നീരസമെല്ലാം ചോർന്നുപോയി. സുപ്രിയ കളിയാക്കുമെങ്കിലും അപൂർവമായി ചെറുതാക്കി സംസാരിക്കുമെങ്കിലും നയനയ്ക്ക് ഏടത്തിയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഒരു ഇഷ്ടക്കേടോടെ മനസ്സിൽ നിലനിൽക്കില്ല. അതെന്താ ഏടത്തി, വല്ലവരും കാണാൻ വേണ്ടിയാണോ ഞാൻ ഒരുങ്ങണേ? ഞാൻ വെറുതെ പറഞ്ഞാൽ കൊച്ചേ, നീ എത്ര വേണേലും ഒരുങ്ങിക്കോ. അതൊക്കെ നിന്റെ ഇഷ്ടമാണ്. പക്ഷേ മറ്റന്നാൾ വരുന്ന ബന്ധത്തിന് നീ അങ്ങ് സമ്മതിക്ക്. നല്ല പയ്യനാന്നാ നിഷേട്ടൻ പറയണേ. ആദ്യം ആ ചെറുക്കിനൊന്ന് വരട്ടെ എടുത്തി. ഇവള് നന്നാവൂല. ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ എന്ന അർത്ഥത്തിൽ സുപ്രിയ നയനയെ നോക്കി തലകുലുക്കി. മിന്നുമോളം ദേ സുപ്രിയ എടുത്തി. സുപ്രിയയുടെ നോട്ടം മനസ്സിലാവാത്ത മട്ടിൽ നടിച്ചുകൊണ്ട് നയന ചോദിച്ചു. മുറിയിലുണ്ടവള്. അച്ഛനായിട്ട് കിന്നാരത്തിലാ പെണ്ണ്. നിശാന്തേട്ടന് പിന്നെ അവളോട് സംസാരിക്കാൻ സ്വന്തം ഗൗരവമൊന്നും ആവശ്യമില്ലല്ലോ. ഏട്ടൻ സുപ്രിയ എടുത്തിയുടെ സോഫ്റ്റ് അല്ലേ? മീശയുടെ ഗൗരവമൊക്കെ ഞങ്ങളോടല്ലേ ഉള്ളൂ. നയനൊരു കള്ളച്ചിരി പാസ്സാക്കി അടുക്കളയിലൊരു സ്റ്റൂൾ വലിച്ചിട്ടിരുന്നു. അതിനടുത്തായി ഒരു ചെറിയ ടീപ്പോയുമുണ്ട്. സുപ്രിയ വന്ന പുഞ്ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് നയനയോട് ഗൗരവത്തിലൊന്ന് മൂളി. നീ പോവാൻ നോക്ക്. ഇന്നാ കഴിക്ക്. ഒരു പ്ലേറ്റിൽ 2 ദോശയും ചട്നിയും എടുത്ത് അവളുടെ മുമ്പിലെ ടീപ്പോയിലേക്ക് വെച്ച് സുപ്രിയ. എൻ്റെ പൊന്നെ എടുത്തിയല്ലേ, ചായ കുടിത്താ, ഞാനിവിടെ ഇരുന്ന് പോയില്ലേ? നയനൊരു കൊഞ്ചലോട് അത് പറയുമ്പോൾ ഒരു ശാസനയോടെ സുപ്രിയ അവളെ നോക്കി. പിന്നെ ഒരു ചെറുചിരിയോടെ ഗ്ലാസ്സിൽ ചായ പകർന്ന് അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോഴേക്കും സിറ്റ് ഔട്ടിൽ നിന്ന് പത്രം വായിക്കായിരുന്ന മാധവിയമ്മ കിച്ചണിലേക്ക് വന്നു. മോളെ നയനെ, നീ വൈകിട്ട് പോരുമ്പോഴേ അമ്മക്കുള്ള പ്രഷറിൻ്റെയും ഗ്യാസിൻ്റെയും മരുന്ന് കൂടി അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി വരണേ.
ആ ഞാൻ വാങ്ങി വരാമേ. നയന ദോശ ചവച്ചേർക്കുന്നതിനിടയിൽ പറഞ്ഞോട് തലയാട്ടി. നിഷേനോട് ഞാൻ പറഞ്ഞു വിടാമേ, സുപ്രിയ പറഞ്ഞു. വേണ്ട മോളെ, അവൻ വൈകിട്ട് വരുമ്പോൾ ചിലപ്പോൾ താമസിക്കില്ലേ. മാധവിയമ്മ നയനെ കൊണ്ടുപോകാനുള്ള ടിഫിനും വെള്ളവും എടുത്ത് അവിടെ അരികിലിരുന്ന ബാഗിനുള്ളിൽ വെച്ച്. രാവിലെ എഴുന്നേറ്റുള്ള മുറ്റമടിയും അകം തൂത്ത് തുടക്കലും തുണി തിരുമ്മി കുളിക്കലും കഴിഞ്ഞ് സുപ്രിയ 8 മണിക്കാണ് അടുക്കളയിൽ കയറുക. അതിനുള്ളിൽ മാധവിയമ്മ മറ്റുള്ളവർക്ക് കൊടുത്തുവിടാനുള്ള ഉച്ചഭക്ഷണം റെഡിയാക്കും. പച്ചക്കറി അരിയാനും തേങ്ങ തിരുമാനും മിക്സിയിൽ അരക്കാനുമൊക്കെ നയനയും അമ്മയോടൊപ്പം കൂടാറുണ്ട്. പക്ഷേ ഇന്ന് അവിടെ പതിവില്ലാത്ത ഉറക്കം കണ്ട് മാധവിയമ്മ വിളിക്കാൻ പോയില്ല. അയ്യോ അമ്മേ, ഇന്ന് താമസിച്ചല്ലോ, സോറി കേട്ടോ. ക്ഷമാപണത്തോടെ അമ്മയോട് പറഞ്ഞിട്ടുള്ള ഓടി ബാത്റൂമിലേക്ക് കയറി. മാധവിയമ്മ വാത്സല്യം കലർന്ന ചിരിയോടെ നോക്കി നിന്നു. പിന്നീട് അവിടെ ഒരുക്കങ്ങൾ കഴിഞ്ഞ ശേഷമാണ് വലിയേട്ടൻ കൊണ്ടുവന്ന ആലോചനയുടെ കാര്യം മാധവിയമ്മ നയനയെ അറിയിക്കുന്നത്. 8 മണിക്ക് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സുപ്രിയയുടെ കയ്യിലാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കുള്ള ഒഴിച്ചുകറിയും മീൻ കറിയുമൊക്കെ പിന്നെ സുപ്രിയയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവധിയുള്ളപ്പോൾ നയനയും മേടത്തിയുടെ കൂടെ കൂടാറുണ്ട്. അവൾക്ക് ഒരുവിധമുള്ള പാചകങ്ങളെല്ലാം അറിയാവുന്നതിന് നല്ല കൈപുണ്യമുണ്ട്. മാധവി അമ്മയ്ക്ക് രാവിലെയെങ്കിലും മരുമകളെ സഹായിക്കണമെന്നുള്ളത് ഉറപ്പിച്ച തീരുമാനമാണ്. അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മക്കൾക്കൊന്നും അമ്മയെ കൊണ്ട് ജോലിയിപ്പിക്കാൻ ഇഷ്ടമില്ല. ജോലിയൊന്നും ചെയ്യാതെ ഞാനൊരു മൂലയിരുന്ന് വേഗം വയസ്സായി വയ്യാതായി പോകുമെന്ന വാക്കിനെ ആയുധമാക്കി മാധവി അമ്മ എല്ലാവരെയും തടയിടും. ഇന്ന് അടുക്കളയിൽ കുറച്ച് നേരത്തെ കയറേണ്ടി വന്നതിൽ നയനയോട് അല്പം ചുരുക്കുണ്ടായിരുന്ന സുപ്രിയക്ക്. സുപ്രിയടുത്തി വേറൊരു ചായ ഇട്. നിഷാന്തിൻ്റെ അനിയൻ മാധവിയമ്മയുടെ 2ാമത്തെ മകൻ നീരജ്. അവൻ ഫ്രഷായി പുതിയ ഷർട്ടൊക്കെയാണ് ഞാൻ അടുക്കളയിലെത്തി. സമൃദ്ധമായ ഹെയർ സ്റ്റൈൽ വീണ്ടും ചീപ്പ് കൊണ്ട് ഒതുക്കി പാൻറ്റിൻ്റെ പോക്കറ്റിൽ അത് വെച്ചിട്ട് നീരജ് എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നയന ഒരു പച്ചച്ചിരിയോടെ ചെറിയേട്ടനെ നോക്കി. നീ എന്താടി നയനെ, ഇന്ന് താമസിച്ചോ? 8 സ്ഥലം വിടുന്നാണല്ലോ, ഇപ്പം 8:15 കഴിഞ്ഞല്ലോ. നീരജ് കൈത്തണ്ടയിലെ വാച്ചിലേക്ക് നോക്കി പുരികൻ ചുളിച്ചു. ചെറിയേട്ടാ, എന്നെ ഒന്ന് കൊണ്ടാക്കൂ പ്ലീസ്. അച്ചോടാ, എന്നെ കൊണ്ട് പറ്റില്ല മോളെ, എനിക്കിത് മറ്റൊരിടത്ത് അർജൻറ്റായി പോകാനുണ്ട്. സോ നോ ടൈം ടു വേസ്റ്റ്. നീരജ് പതിയൊരു താളത്തിൽ തലയാട്ടി നയനയെ നോക്കി നന്നായിട്ടൊന്ന് ചിരിച്ചു. പിന്നെ ഇയാളത്തിൽ ധൃതി പിടിച്ച് എങ്ങോട്ടാ? സാധാരണ വലിയൻ്റെ കൂടെ 10 മണിക്കൽ ഇറങ്ങാറ്. ഇയാളോ ഓടിയോടുന്ന്? ഒന്നുമില്ലെങ്കിലും നിന്നെക്കാൾ 3 വയസ്സിൻ്റെ മൂപ്പ് എനിക്കുണ്ട്. നീരജ് നയനയെ നോക്കി കണ്ണുരുട്ടി. ഓ പിന്നെ. നയന നിസ്സാരഭാവത്തിലൊന്ന് മുഖം കൂട്ടി. ആങ്ങളുടെയും പെങ്ങളുടെയും സംസാരം കേട്ട് മാധവിയമ്മ മക്കളെ സ്നേഹത്തോടെ നോക്കി നിന്നു. അല്ലമ്മേ, ഇവളെന്നാ പെണ്ണാണാ വരുന്നത്? വേഗം കെട്ടിച്ചുട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് പാരയാവേ. പിന്നെ ഇയാളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ കയറി ഓവർടേക്കാനൊന്നും പോണില്ല. നയന തീർത്തു പറഞ്ഞു. ഇല്ലടി, നിന്നെ നാട് എടുത്തിട്ട് ഞാൻ കെട്ടു. നാത്തും പോരെടുക്കാനൊന്നും നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഇയാളുടെ ഭാര്യ എന്നോട് പോരെടുക്കാതിരുന്നാൽ കൊള്ളാം. നയന ചിരിച്ചു. ഈ പെണ്ണ്. മാധവിയമ്മ ചിരിയോടെ മൂക്കിൽ വിരൽ ചേർത്തു. മതി നിർത്തി രണ്ടും. മാധവിയമ്മ കൃത്രിമ ഗൗരവത്തിൽ അവരോട് പറഞ്ഞു. അതെ അമ്മേ, കൊച്ചു പിള്ളേരാണെന്നാ ഇപ്പോഴും നിങ്ങളുടെ വിചാരം. സുപ്രിയ അമ്മയെ പിന്താങ്ങി. ഇന്നത്തെ ഒരു ദിവസത്തേക്കല്ലേ മോനെ, നീ അവളെ ഒന്ന് കൊണ്ടാക്ക്. നീരജ് തലയുറിഞ്ഞു. അല്ലടാ, നീ ഇന്നെന്താ നേരത്തെ? സുപ്രിയ നീരജിനോട് ചോദിച്ചു. അങ്ങനെയൊന്നും എടുത്തി. സുപ്രിയ ചായ ഒഴിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു. അല്ല, നീ എവിടേക്കാ നേരത്തെ അത് പറ. അങ്ങനെ വിടാൻ ഭാവമില്ലാതെ സുപ്രിയ നീരജിനോട് ചോദിച്ചു. മാധവിയമ്മ അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിൽക്കുന്ന കണ്ട് നീരജ് അമ്മയെ ചമ്മലോടെ നോക്കി. താനും ഈ നാട്ടിലെ സമ്പന്നനായ അനന്തൻ നമ്പ്യാർ സാറിൻ്റെ മകൾ ശിവാനിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നാൽ അമ്മ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു തീരുമാനമാക്കാതെ എങ്ങനെ എഴുത്തിയോട് കാര്യം പറയും? നീ എന്താ മോനെ ഒന്നും പറയാത്തേ? മാധവിയമ്മ ആശങ്കയോട് ചോദിച്ചു. അതുമേ എൻ്റെ ശിവയുടെ ഡാഡി അനന്തൻ സാറിനൊന്ന് കാണുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആര്? ഡാഡിയോ? സുപ്രിയ പെട്ടെന്ന് ചോദിച്ചു. ഓ ഏടത്തി. അവൻ പിറുവിറുത്തു. അവളുടെ കിന്നും കിരിപ്പും ചോദ്യം അവന് അമ്മയ്ക്ക് മുമ്പിൽ പരിഭ്രമം വിതച്ചു. അത് മനസ്സിലാക്കിയ മാധവിയമ്മ അവനോട് പറഞ്ഞു. മോനെ, അവരൊക്കെ കാശുകാരാ. നമ്മുടെയൊക്കെ ഈ വീട്ടിലേക്ക് അദ്ദേഹം മകളെ അയക്കുമോ? നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ ഇതൊന്നും ശരിയല്ലെന്ന്. എൻ്റെ വളർത്തു ദോഷം നീ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുമോ മോനെ? അമ്മയുടെ മുഖത്ത് ആകുലത കണ്ടപ്പോൾ അവൻ്റെ മുഖത്തെ പരിഭ്രമം മാറി. അങ്ങനെയൊന്നുമില്ല അമ്മേ, അതേ നല്ലൊരു മനുഷ്യനാണ്. ശിവ ഒറ്റ മകളായതുകൊണ്ട് അതേ അവളുടെ ഇഷ്ടം നോക്കൂ. ചിലപ്പോൾ എന്നെ വിളിക്കുന്നത് ഒരു ജോലി നൽകാനാണെന്ന് അറിയില്ല. ശിവ അങ്ങോട്ട് ചെല്ലാൻ മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം നീ പിടിച്ച പുളിങ്ങൊമ്പ് തന്നെ നിനക്ക് കിട്ടിയല്ലേ? സുപ്രിയ തമാശ മട്ടിൽ അവനോട് ചോദിച്ചു. അല്ലെങ്കിലും എനിക്കെന്താ എടുത്തിയ ഒരു കുറവ്? ജോലി പെർമനൻ്റ് അല്ലെങ്കിലും ഒരു എംകോക്കാരനല്ലേ ഞാൻ. കാണാനോ അതിസുന്ദരൻ. ഭയങ്കര സുന്ദരനാ, പറയേണ്ടതുണ്ടോ? നയനയുടെ ഇടയ്ക്കൂടെയുള്ള കമന്റ് ഇട്ട് എല്ലാവരും ചിരിച്ചു. ഒറ്റ അടി. ആ അമ്മേ. നീരജ് അടിക്കാനൊരുങ്ങിയപ്പോൾ നയന ചിരിയോട് ഒഴിഞ്ഞു മാറി. ഒന്ന് വെറുതെ ഇരിക്കും പിള്ളേരെ. മാധവിയമ്മ തടഞ്ഞു. നയന വായ കഴുകാൻ പോയപ്പോൾ നീരജ് ചായ കുടിച്ച ഗ്ലാസ് അമ്മയ്ക്ക് നേരെ നീട്ടി. മോനെ, വല്ലതും കഴിച്ചിട്ട് പോണാ? വേണ്ടമ്മേ, ശിവയുടെ ഡാഡി കാണട്ടെ, ഇപ്പോഴൊന്നും എനിക്ക് ഇറങ്ങില്ല.
വാവണ് ഞാനാക്കിയേക്കാം, ഇനി അതിൻ്റെ പേരിൽ നിന്റെ ഡ്യൂട്ടി ഉണക്കണ്ട, നീരജ് വിളിച്ചു പറഞ്ഞു. ആ അങ്ങനെ വഴിക്കുവാ മോനെ ദിനേശു. നയന ബാഗ് എടുത്തുകൊണ്ട് അമ്മയുടെ അടുത്തോട് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം 7 വയസ്സുള്ള നന്ദിനി എന്ന മിന്നുമോൾ അങ്ങോട്ട് ഓടി വന്നു. ഇതാരാ, അപ്പച്ചിയുടെ മിന്നൂട്ടിയോ? നയന കുനിഞ്ഞവളുടെ കവളിൽ മുത്തമിട്ടു. എവിടെയായിരുന്നു അപ്പയുടെ പൊന്നൂട്ടി? മിന്നൂട്ടി അച്ചയുടെ ഒപ്പായിരുന്നു അപ്പേ. അവൾ ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞു. എവിടെ അച്ഛ? നയന പതുക്കെ ചോദിച്ചു. താൻ വലിയേറ്റന് മുമ്പിൽ പെടുന്നതിന് മുമ്പ് മുങ്ങാൻ നോക്കിയായിരുന്നു നയന. അല്ലെങ്കിൽ പലവിധ ചോദ്യം പറച്ചിലൊക്കെയാവും വരാൻ പോകുന്ന പെണ്ണുകാണൽ സഹിതം. നയനൊരു പുൻസിരിയോടെ വീണ്ടും മിന്നൂട്ടിയോട് കുശലം ചോദിക്കാൻ തുടങ്ങി. അല്ലടാ മോൾസേ, ഈ തിങ്കളാഴ്ച സ്കൂൾ വർക്കല്ലേ? ആപ്പേ. മിന്നൂട്ടി ഒരു മടിയോടെ മുഖം ചുളിച്ച് കാണിച്ചു. അതുകൊണ്ട് നയന പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്താടീ? ഒരു ചോദ്യവുമായി മുന്നിൽ വലിയേട്ടൻ. ലുങ്കി മേൽമുണ്ടായി ഒരു ടവലും പോച്ച് നിശാന്ത്. കട്ടിയുള്ള അല്പം കൊമ്പമീശ, ഇരുനിറം, കണ്ണുകളിൽ ശാന്തമായ ഒരു തീക്ഷ്ണ ഭാവം. മാധവിയമ്മയുടെ ആങ്ങളയുടെ തനി പകർപ്പാണ് നിശാന്ത്. അതെപ്പോഴും സുപ്രിയോട് മാധവിയമ്മ പറയാറുമുണ്ട്. ഒന്നുമില്ല വലിയേട്ടാ. നയനെയൊന്ന് ചമ്മിക്കൊണ്ട് ഉത്തരം കൊടുത്തു. നീ ഇന്ന് താമസിച്ചോ? അതെ. എനിക്ക് വേഗം പോകാൻ നോക്ക്. വാടി. മുന്നിൽ അവളെ കാത്തിരിക്കാൻ നീരജ് വിളിച്ചു. അപ്പോൾ നിശാന്തിൻ്റെ നോട്ടം നീരജിലേക്ക് വീണു. അവനൊരു ചമ്മലോടെ ഏട്ടനെ നോക്കി ചോദിച്ചു. ഏട്ടാ, ആ ബൈക്ക് ഞാനൊന്ന് എടുത്തോട്ടെ, എനിക്കിന്ന് അത്യാവശ്യമായിട്ട് മറ്റിടം വരെ പോകണം. എവിടെ? നിശാന്ത് ഞെട്ടി വിളിച്ചു. ഒരു ജോലിയുടെ കാര്യത്തിനാ. എവിടെ ഇൻ്റർവ്യൂ? നീരജ് ഒന്ന് വിക്കി. ശിവാനിയുടെ അച്ഛൻ വിളിച്ചിട്ടാ എന്നുള്ള അവൻ മനഃപൂർവ്വം വിഴുങ്ങി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഡാഡിയുടെ ഓഫീസിലേക്കാ. അപ്പോൾ അങ്ങനെ പറയാനാണ് നീരജിന് വായിൽ വന്ന്. ആ, നീ ഇവിടെ കൊണ്ടുവന്ന് ഷോപ്പിന് മുമ്പിൽ ഇട്ടിട്ട് പോവും. ശരിയേട്ടാ. ഒരു മുന്നറിയിപ്പ് പോലെയുള്ള വലിയേട്ടൻ്റെ പറച്ചിൽ കേട്ട് നിശാന്ത് അറിയാതെ തന്നെ നയന നീരജിനെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ചു. നീരജ് ശബ്ദം താഴ്ത്തി അവൾ ആട്ടി. വേഗം കൊണ്ടുപോകണേ ചെറിയേട്ടാ, 9 മണിക്ക് കയറാനുള്ളതായിരുന്നു ഷോപ്പിൽ. ടൈം ഈസ് ഓവർ. ബൈക്കിൽ നിന്ന് ശേഷം അവൾ പറഞ്ഞു. നീ കണ്ടോടി എൻ്റെ വേഗത. നീരജ് വണ്ടി സ്പീഡിൽ കത്തിച്ച് വിട്ടു. മാധവി അമ്മയുടെയും ഭർത്താവ് നാരായണൻ്റെയും ദാമ്പത്യം പകുതി വഴിയിൽ തന്നെ തകർന്നിരുന്നു. നയനയ്ക്ക് 3 വയസ്സുള്ളപ്പോഴാണ് നാരായണന് ഭർത്താവ് മരിച്ച മറ്റൊരു സ്ത്രീയുമായി മോശമായ ബന്ധമുണ്ടെന്ന് അറിയുന്നത്. അതിൽ കുട്ടികളില്ല. പക്ഷെ ഇങ്ങനൊരു ബന്ധമുള്ള കാര്യം നാരായണൻ മറച്ചു വെക്കുകയായിരുന്നു. മാധവി വളരെ വൈകിയാണ് ആ വിവരമറിയുന്നത്. അതിൽ ക്ഷമിച്ചുകൊണ്ട് തിരുത്താൻ മാധവി ശ്രമിച്ചിട്ടും നാരായണൻ മാധവിയെയും കുട്ടികളെയും ഉപേക്ഷിച്ച് ആ സ്ത്രീയോടൊപ്പം താമസമായി. അങ്ങനെ ബന്ധം പിരിയാനുള്ള തീരുമാനത്തിലായി മാധവിയുടെ ബന്ധുക്കൾ. നിശാന്തും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവനെന്ന് 13 വയസ്സ്. അമ്മയെയും തങ്ങൾ 3 മക്കളെയും മറന്ന് മറ്റൊരു സ്ത്രീയോടൊപ്പം പോയ അച്ഛനോട് അവന് തീരാത്ത വെറുപ്പായിരുന്നു. അതിനുശേഷമാണ് തൻ്റെ മകനിങ്ങനെ ഗൗരവക്കാരനായതും മിതമായി സംസാരിക്കാൻ ആരംഭിച്ചതുമെന്ന് മാധവിയമ്മ മറ്റു മക്കളോട് പറയാറുണ്ട്. പിന്നീട് മാധവിയമ്മ 3 മക്കളെയും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തി. അമ്മയുടെ കഷ്ടപ്പാട് കണ്ടാണ് നിശാന്ത് വളർന്നത്. ഒരു 18 വയസ്സായപ്പോൾ അവൻ പഠനം ഉപേക്ഷിച്ച് അടുത്തുള്ള മെക്കാനിക് വർക്ക്ഷോപ്പിൽ പണി പഠിച്ചു. പിന്നീട് അവൻ ആ ജോലിക്കാരിലൊരാളായി മാറുകയായിരുന്നു. അവൻ അമ്മയെ സഹായിച്ചു തുടങ്ങി. മാധവി അമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായപ്പോൾ കുടുംബം നിശാന്ത് ഏറ്റെടുത്തു. സഹോദരങ്ങളുടെ പഠനവും. ഇതിനിടയിൽ നിശാന്തിൻ്റെ വിവാഹം കഴിഞ്ഞു. ഒരു കല്യാണത്തിന് പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടിൽ ചെന്ന് ആലോചിച്ച് വിവാഹം ഉറപ്പിച്ചാണ് നിശാന്ത് സുപ്രിയെ. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു അവൾ. പ്രേമിച്ച് നടക്കുന്നതിനൊക്കെ അവനെതിരായിരുന്നു. നീരജ് നന്നായി പഠിക്കുമായിരുന്നു. നയന +2 നല്ല മാർക്കോടെ പാസ്സായെങ്കിലും ഏട്ടൻ്റെ അന്നത്തെ ഉത്തരവാദിത്തങ്ങൾ കണ്ട് അവൾ സ്വയം തീരുമാനമെടുക്കുകയായിരുന്നു. ഒരു ബാധ്യത കൂടി ഏട്ടനെ കൊണ്ട് ഏറ്റെടുപ്പിക്കേണ്ടെന്ന്. അന്ന് സുപ്രിയയുടെ പ്രസവം വീട് വെച്ചതിൻ്റെ കടവുമൊക്കെയായി ഓടി നടക്കുകയായിരുന്നു നിശാന്ത്. കോളേജിലൊക്കെ പോയി പഠിക്കാൻ അവൾക്ക് മടിയാണെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷേ അവളെ മുന്നോട്ട് പഠിപ്പിക്കാൻ തന്നെയായിരുന്നു നിശാന്തിൻ്റെ ആഗ്രഹം. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട നിശേട്ടാ, എന്തെങ്കിലും കമ്പ്യൂട്ടർ ക്ലാസ്സിനോ മറ്റോ വിട്. അതാകുമ്പോൾ ഒരുവിധമുള്ള ജോലിക്കൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ പോവാം. അധികം പഠിച്ചിട്ട് എന്തിനാ, നാളെ കല്യാണം കഴിച്ച് വിടാനുള്ളതല്ലേ. മുന്നോട്ട് പഠിപ്പിക്കുന്ന കാശുണ്ടെങ്കിൽ അവൾക്ക് ജീവിക്കാനുള്ള പൊന്നും പണം ഒപ്പിക്കാം. സുപ്രിയ കരുതി കൂട്ടിയെ പറഞ്ഞപ്പോൾ നിശാന്ത് പിന്നൊന്ന് എതിർത്ത് പറഞ്ഞില്ല. ആ വിഷയം അങ്ങനെ തേഞ്ഞു മാഞ്ഞു. അതിനുശേഷം നയനെ 6 മാസം ടാലി കോഴ്സിന് വിട്ടു. ഇപ്പോൾ ആ ടൗണിലെ 5th ഫ്ലോറിലെ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ബില്ലിംഗ് സെക്ഷനിലാണ് നയന ജോലി ചെയ്യുന്നത്. നീരജ് അവളെ വർണ്ണം എന്ന പേരുള്ള ആ ഷോപ്പിൻ്റെ മുന്നിലിറക്കി ബൈക്ക് തിരിച്ചുകൊണ്ട് തിരികെ പോയി. നീരജ് പോയി കഴിഞ്ഞ് നയനെ തിരിയുമ്പോൾ വല്ലാണ്ട് ചൂഴ്ന്നു നോക്കുന്ന 2 കണ്ണുകളെ അറിഞ്ഞു. പുതിയ സെക്യൂരിറ്റിയാണ്, 40-നടുത്ത് പ്രായമുള്ള ഒരാൾ. നയന ഒരു അനിഷ്ടഭാവത്തോടെ സെക്യൂരിറ്റിയെ നോക്കി. ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നേ? തനിക്കൊരു ഭാര്യയില്ലടോ, അതിനെ മറന്നിട്ട് അന്യപ്പെണ്ണിനെ വായി നോക്കുന്ന ഇയാള്. അങ്ങനെയൊന്നും പറയാൻ അവൾ വെമ്പൽ കൊണ്ടു. പക്ഷെ ഒരു അരോസര ഭാവത്തോടെ നയന മുന്നോട്ട് നടന്നു. ഷോപ്പിന് മുന്നിലെ ഓട്ടോമാറ്റിക് ഡോർ കടന്നവൾ റിസപ്ഷനിലെത്തി. പഞ്ച് ചെയ്ത് ഹാജർ വെച്ച ശേഷം അവൾ തൻ്റെ ബില്ലിംഗ് കൗണ്ടറിലെത്തി. ബില്ലിംഗ് സെക്ഷൻ റിസപ്ഷൻ്റെ എതിർവശത്ത് തന്നെയാണ്. അവിടെ അവളെ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു സ്റ്റാഫുകളായ ജിനിച്ചേച്ചിയും താരയും റീനയും ഉണ്ടായിരുന്നു.
നയനയും താര ഇവിടെ ജോലിക്ക് നിയമനം ചെയ്തിട്ട് 4 മാസം ആവുന്നേ ഉള്ളൂ. 5ാം ഫ്ലോറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ സ്റ്റാഫുകളുടെ വേക്കൻസി ഉണ്ടായിരുന്നു. ബിൽഡിങ്ങിലേക്കുള്ള സ്റ്റാഫുകളുടെ ഒഴിവുകൾ കണ്ടപ്പോൾ താരയും റീനെ അപേക്ഷ കൊടുത്തിരുന്നു. ഒരേ ദിവസം തന്നെ അവർക്ക് അപ്പോയിൻമെന്റ് ഓർഡറും കിട്ടി. നയൻസ്, എന്താടി താമസിച്ചേ? ജിനിയുടെ ചോദ്യമായിരുന്നത്. ഞാൻ ഉറങ്ങിപ്പോയി ഏസി, അവൾ ചമരോട് ചിരിച്ചു. പക്ഷെ നീ പതിവിലും സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, റീനയുടെ വകയായിരുന്നത്. അതെ അതെ, എന്ത് നല്ല കണ്ണുകളായി ഇവിടെ, താര പറഞ്ഞു. അവർ 4 പേര് ഓരോ സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓപ്പൺ ഡോർ കഴിഞ്ഞ് അതിസുന്ദരനായിട്ടുള്ള ഒരു യുവാവ് ഉള്ളിലേക്ക് കടന്നു വന്നു. ബില്ലിംഗ് കൗണ്ടറിന് മുന്നിലെത്തിയപ്പോൾ മാനേജർ മുരുകേഷ് ധൃതിയിൽ ഓടി വന്ന് യുവാവിന് ഷേക്ക് ഹാൻഡ് നൽകി. ഗുഡ് മോർണിംഗ് കിഷോർ സർ. വെരി ഗുഡ് മോർണിംഗ് ഗുഷ്. കിഷോർ ഹൃദ്യമായി പുഞ്ചിരിച്ചു. അവർ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ് റിസപ്ഷൻ സ്റ്റാഫുകളും ബില്ലിങ്ങിലെ 4 പേരും. മുരുകേഷിനോട് കുശലം ചോദിക്കുന്നതിനിടയിൽ കിഷോറിന്റെ മുഖത്തെ പുഞ്ചിരിയുടെ വശ്യഭംഗി കണ്ട് വിസ്മയിച്ച് നിൽക്കുകയായിരുന്നു നയന. ആ സമയം അറിയാതെ കിഷോറിന്റെ കണ്ണുകൾ മുമ്പിൽ നിൽക്കുന്ന നയനയുടെ മുഖത്തേക്ക് പെട്ടുപോയി. കിഷോർ അവർ 4 പേരെയും നോക്കി പുഞ്ചിരിച്ചെങ്കിലും നയനയുടെ മുഖത്തേക്ക് അവന്റെ കണ്ണുകൾ 1-2 നിമിഷം ഉടക്കി നിന്നു. അവൾ അല്പം ചാളിയതയോടെ നോട്ടം മാറ്റിയിരുന്നു. അത് കണ്ട് കിഷോർ അല്പം കുസൃതിയോടെ പുഞ്ചിരി തൂവി കടന്നുപോയി. അത് മനസ്സിലാക്കിയ റീനക്കും താരക്കും നയനോട് അല്പം കുശുമ്പ് തോന്നാതിരുന്നില്ല. കിഷോർ അച്ഛൻ്റെ ഓഫീസ് റൂമിലേക്ക് പോയതും മാനേജർ മുരുകേഷ് ബില്ലിംഗ് കൗണ്ടറിൽ കൈമുട്ടുകൾ ഊന്നി നിന്ന് ഒരു തുറന്ന ചിരിയോടെ അവർ 4 പേരെയും നോക്കി. ജിനി ഒരു ചിരിയോടെ ചോദിച്ചു, സർ, കിഷോർ സാർ എന്ന് ലാൻഡ് ചെയ്തു? സാറ് നാട്ടിലുണ്ടായിരുന്നല്ലോ, എന്ന് വന്നു എന്നറിയില്ല. കല്യാണം കഴിഞ്ഞ് പുള്ളി വീണ്ടും അമേരിക്കയിലേക്ക് മടങ്ങിയല്ലേ? ജിനി വീണ്ടും ചോദിച്ചു. കല്യാണോ? അത് മനസ്സിലെടുത്ത് ചോദിച്ചുകൊണ്ട് നയന അതിശയത്തോടെ കണ്ണുമിഴിച്ചു. എന്തോ ഒരു പ്രതീക്ഷയോ ആഗ്രഹമോ തകർന്നൊരു നിരാശയോടെ അവളുടെ മനസ്സൊന്ന് കുത്തിവലിച്ചു. കാരണം അവളുടെ സ്വപ്നങ്ങളിലൊന്നാണ് സുന്ദരനും പണക്കാരനുമായ ഒരു രാജകുമാരൻ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് പ്രപ്പോസൽ നടത്തണമെന്നുള്ളത്. ഒരു പെണ്ണ് കാണലിനോ പ്രണയിച്ച് നടക്കാൻ അവൾക്ക് താല്പര്യമില്ല. ചിലപ്പോൾ അവൾക്ക് തന്നെ തോന്നാറുണ്ട്, എത്ര വിചിത്രമായ ചിന്തകളാണ് തൻ്റേതെന്ന്. അച്ഛൻ അമ്മയെ കളഞ്ഞിട്ട് മറ്റൊരു സ്ത്രീയോടൊപ്പം പോയി. ബന്ധുക്കളുടെ പരിഹാസം, സമ്പത്തില്ല, ഭൂസ്വത്തുക്കളില്ല, സുന്ദരിയായ ദരിദ്രയായ പെണ്ണെന്നൊക്കെയുള്ള പരിഹാസം കേട്ടു വളർന്നുകൊണ്ടാവാം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ തൻ്റെ ക്യാരക്ടറിനെ ബാധിച്ചത്. ഈ പറഞ്ഞവരുടെയൊക്കെ നാവിനെ വെല്ലുവിളിക്കണമെന്ന് അവൾക്ക് അതിയായ മോഹമുണ്ട്. അവൾക്ക് പ്രണയം ഇഷ്ടമാണ്. പക്ഷേ പ്രണയം വെച്ച് നീട്ടുന്നവരിൽ നിന്നൊക്കെ അകന്നു മാറാനാണ് അവൾക്ക് തോന്നിയിട്ടുള്ളത്. തൻ്റെ സ്വപ്നകുമാരനെ കാത്തിരിക്കുമ്പോൾ ആൾക്ക് താൻ എല്ലാം കൊണ്ടും പരിശുദ്ധയായിരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. അവൾ കാത്തിരിക്കുന്ന പോലെ ഒരു പ്രണയം അവൾക്കായി ആരും വെച്ച് നീട്ടിയില്ല. അത് കിട്ടുമോ എന്ന് അവൾക്കറിയില്ല. കാരണം സൗന്ദര്യമല്ലാതെയുള്ള തൻ്റെ കുറവുകൾ അങ്ങനെ ഒരാൾ സ്വീകരിക്കപ്പെടുമോ? ഇങ്ങനെയാണെങ്കിൽ നീ മൂത്തുനരച്ച് പോവുകയുള്ളൂ. അവളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന സുപ്രിയ പറയുന്ന വാക്കുകൾ ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നനഞ്ഞു. അപ്പോൾ സാറിൻ്റെ വൈഫോ? മാനേജറുള്ള ജിനിയുടെ ചോദ്യം കേട്ട് നയനയുടെ മൈൻഡ് തിരികെ വന്നു. സാറിൻ്റെ വൈഫിനെ ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച ചെയർമാൻ സാറിൻ്റെ യാമിനി മാഡത്തിൻ്റെ 50ാം വിവാഹവർഷത്തിൻ്റെ പാർട്ടിക്ക് ഞാനും പോയിരുന്നല്ലോ. ശില്പ മാഡം കൂടി നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഇനി ഉടനെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നില്ലായിരിക്കും അല്ലേ? ജിനി ആകാംക്ഷയോടെ ചോദിച്ചു. മാനേജർ ഒരു ചെറുചിരിയോട് കൂടി പറഞ്ഞു, അതറിയില്ല, അവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും വരും പോവുകയും ചെയ്യാനോ. മാനേജർ തൻ്റെ ക്യാബിനിലേക്ക് പോയി. സാർ കല്യാണം കഴിഞ്ഞാണോ ചേച്ചി? കണ്ടാ പറയില്ല. വിശ്വസിക്കാനൊരു പ്രയാസം പോൽ നയന മടിച്ച് ജിനിയോട് ചോദിച്ചു. അതേടി, 6 മാസം ആവുന്നേ ഉള്ളൂ. അന്ന് ഫംഗ്ഷന് ഞങ്ങൾ സ്റ്റാഫുകളെല്ലാം പോയിരുന്നു. ഗംഭീര പാർട്ടി ആയിരുന്നു കേട്ടോ. ഭയങ്കര കാശി ടീമാ അവർക്ക് ഈ ഷോപ്പിംഗ് മാൾ കൂടാതെ വേറെയും സ്ഥാപനങ്ങളുണ്ട്, ജ്വല്ലറികളും മറ്റും. കിഷോർ സാറിന് ഇതെല്ലാം നോക്കിയെടുത്തേണ്ട കാര്യമുള്ളൂ. പക്ഷെ സാറ് വേറൊരു ക്യാരക്ടർ, സ്വന്തമായിട്ട് ജോലി ചെയ്യണമെന്ന് ശഠിക്കുന്ന ഒരാൾ. ബിസിനസ്സിനോടാണ് താല്പര്യം. സാറ് MBA പഠിച്ച ജോലി എന്നൊക്കെ അമേരിക്കയിലാണല്ലോ. അവിടെ വാഷിംഗ്ടൺ എന്ന വലിയ കമ്പനിയിലെ HR ആണ്. ആ കമ്പനിയിലെ ഒരു പാർട്ട്ണറുടെ മകളാണ് ശില്പ മാഡം. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് സാറിൻ്റെ വൈഫിനെയും കൂടി തിരിച്ചു മടങ്ങി. അപ്പോൾ കിഷോർ സാർ ഒരു മദാമയാണ് കല്യാണം കഴിച്ച്? താരയുടെ വകയായിരുന്നു ആ ചോദ്യം. അല്ലടി പെണ്ണെ, മലയാളിയൊക്കെ തന്നെയാണ്. പക്ഷേ ശില്പമ്മയുടെ ഒരു മോഡേൺ സുന്ദരിയാണ്, ഒരു ഭയങ്കര പരിഷ്കാരി. ജിനി ചിരിയോടെ പറഞ്ഞു നിർത്തി. പക്ഷേ സാർ എത്ര ശാന്തമായ ഭാവമാണ്. ഇത്രയും സമ്പത്തിൻ്റെ അധികാരമൊന്നുമില്ല, അഹങ്കാരം. മാനേജർ സാറിനോടൊക്കെ എത്ര സൗഹൃദമായിട്ടാണ് സംസാരിക്കുന്നത്. അധികാരികളുടെ ഹെഡ് വെയിറ്റ് ഒന്നുമില്ല. കണ്ടില്ലേ നമ്മളെയൊക്കെ നോക്കി ചിരിച്ചത്? നയന വളരെ നിഷ്കളങ്കമായി അത് പറഞ്ഞപ്പോൾ എല്ലാവരും അവൾ നോക്കി പുഞ്ചിരിച്ചു. ആ, ഞങ്ങൾ കണ്ട്. ആരെ നോക്കിയ സാറ് ചിരിച്ചുകൊണ്ട് പോയെന്ന്. റീന കളിയാക്കിയപ്പോൾ ജിനി അവളെ ചുഴിഞ്ഞെന്ന് നോക്കി. നയന ഒരു ജാളിതയോടെ എല്ലാവരെയും നോക്കി ഒരു പച്ചച്ചിരി ഇരിച്ചു. ഞായറാഴ്ച നയനയെ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞ ചെറുക്കൻ കൂട്ടിലെത്തി. വന്നത് ചെറുക്കനും ചെറുക്കൻ്റെ അമ്മാവനുമായിരുന്നു. പിന്നെ ആലോചന കൊണ്ടുവന്ന ബ്രോക്കറും. നിഷാന്തും നീരജും അവരെ മുൻവശത്ത് സ്വീകരിച്ചിരുത്തി. ടേബിളിൽ നിറയെ പലഹാരങ്ങൾ നിരന്നു. ദേ, ഈ ചായ കൊണ്ട് കൊടുക്ക്. അമ്മയും സുപ്രിയയും കൂടി നയനയെ നിർബന്ധിച്ച് ഹാളിലേക്ക് വിട്ടു.
ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ഒരു ലോങ് ടോപ്പും ബ്ലാക്ക് സിഗരറ്റ് പാൻറ്റും ഷോളുമായിരുന്നു നയന ധരിച്ചിരുന്നത്. സുപ്രിയയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നയന പുതിയൊരു ഡ്രസ്സ് എടുത്ത് അണിഞ്ഞത്. അധികം താല്പര്യമില്ലാതെ നയന ടീ ട്രേയുമായി അടുക്കള കടന്ന് ഹാളിലെത്തി ഓരോരുത്തർക്കുമായി ചായ വിതരണം ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് ചെറുക്കൻ്റെ മുന്നിലെത്തിയപ്പോൾ അറിയാതെ അവിടെ കണ്ണുകൾ ഉയർന്നു. ഇരുണ്ട നിറം, കടുപ്പമുള്ള കണ്ണുകളിൽ സന്ദർഭത്തിന് ചേരാത്തൊരു ഭാവം, ഒരു പുഞ്ചിരി പോലുമില്ല. ചെറുക്കൻ അവളെ നോക്കി മെല്ലെ ചായക്കപ്പ് ചുണ്ടോട് ചേർത്തു. മുടി പിന്നോക്കം കയറിയ കഷണ്ടി തലകൂടി കണ്ട് നയന പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഒന്നും ഷോക്കേറ്റ പോലെ നയന വേഗം ട്രെയിൻ കൊണ്ട് തിരികെ നടന്നു. ഏയ് മോളെ, ഇത്ര പെട്ടെന്ന് കടന്നു കളഞ്ഞാലെങ്ങനെയാ? നീ വരെ ഒന്ന് നോക്ക്. വിവാഹാലോചന കൊണ്ടുവന്ന ബ്രോക്കറിന്റെ ശബ്ദമായിരുന്നത്. നയന അടുക്കള വാതിലിനോട് ചേർന്ന് നിന്ന് ഹാളിലിരിക്കുന്ന എല്ലാവരെയും നോക്കി. മറ്റുള്ളവരുടെ കണ്ണുകളും അവളുടെ നേർക്കായിരുന്നു. ആ, ഇനി ബ്രോക്കറേട്ടൻ പറഞ്ഞില്ലാന്ന് പറയരുത്. പറയുമ്പോൾ എല്ലാം പറയണല്ലോ, അല്ലെ നാളൊരു പ്രശ്നം വന്നാലേ അതെന്റെ ജോലിയെ ബാധിക്കും. നയനയ്ക്ക് വീണ്ടും ആ ഭാഗത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ലാത്തതിനാൽ അനിഷ്ടത്തോടെ അവൾ ബ്രോക്കറെ തന്നെ നോക്കി. അയാൾ പറഞ്ഞു വരുന്നതാണെന്നറിയാൻ അവൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സതീഷിന്റെ ഇടത് കൈക്ക് അല്പം സ്വാധീന കുറവുണ്ട്. അത്ര വലുതായിട്ടൊന്നുമില്ല കേട്ടോ. മോൾക്കൊരു കുറവും വരാൻ നോക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവർക്കുണ്ട്. പിന്നെ സതീഷിന് സർക്കാർ ജോലിയും. എല്ലാം പറഞ്ഞ തൃപ്തിയോടെ, തൻ്റെ ജോലിയുള്ള ആത്മാർത്ഥതയോടെ ബ്രോക്കർ എല്ലാവരെയും നോക്കി വെളുക്കി ചിരിച്ചു. സതീഷ് മയമില്ലാതെ നോക്കിയപ്പോൾ ബ്രോക്കർ ഒന്ന് പരിങ്ങി. നയനയപ്പോൾ അവിടെ ഇരിക്കുന്ന ഏട്ടന്മാരെ നോക്കി നടുങ്ങി നിൽക്കുകയായിരുന്നു. ആ മുഖങ്ങളിൽ ഒരു വൈമുഖ്യം അവൾ കാണുന്നുണ്ടായിരുന്നില്ല. നയനയ്ക്ക് ഇഷ്ടമായോ ഞങ്ങളുടെ സതീഷിനെ? അവളുടെ മുഖഭാവം ശ്രദ്ധിക്കുകയായിരുന്ന ചെറുക്കൻ്റെ അമ്മായി ചോദിച്ചു. അകലെ നിന്നാരോ വിളിച്ചു പറയും പോലെ അത് നയനയുടെ കാതിൽ വന്ന് വീണു. 2 തുള്ളി കണ്ണുനീർ അവളുടെ അനുവാദമില്ലാതെ ആ തുടുത്ത കവിളിലേക്ക് ഒലിച്ചിറങ്ങി. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടോടെ ഒരു മറുപടി നൽകാനാവാതെ അവൾ പുറകിൽ നിൽക്കുന്ന അമ്മയെ അടുത്തേയും മറികടന്ന് അടുക്കളക്കുള്ളിലേക്ക് ചെന്ന് നിന്നു. മോളെ. മാധവിയമ്മ അവിടെ അരികിലേക്ക് ചെന്നു. സങ്കടം സഹിക്കാനാവാതെ നയന അമ്മയുടെ തോളിൽ മുഖം ചേർത്ത് വിങ്ങിക്കരഞ്ഞു. അപ്പോഴേക്കും ഹാളിൽ അച്ഛൻ്റെ മടിയിലിരിക്കായിരുന്ന മിന്നൂട്ടി ഓടി അടുക്കളയിലേക്ക് വന്നു. അയ്യേ, അപ്പയുടെ ചെക്കിന് മുടിയില്ല. എൻ്റെ അപ്പക്ക് ആളൊട്ടും ചേരൂല. ഒന്ന് പതുക്കെ പറയടി. ഈ പെണ്ണ്. സുപ്രിയ മിന്നുവിന്റെ ചെവിക്ക് പിടിച്ച് കശക്കി. ആ, അവൾക്ക് ചെറുതായിട്ടൊന്ന് വേദനിച്ചു. ഞാൻ അച്ഛയോട് പറഞ്ഞു കൊടുക്കും. അമ്മയോട് പിണങ്ങിയവൾ വീണ്ടും ഹാളിലേക്ക് ഓടിപ്പോയി. നയനയുടെ സങ്കടം അറിഞ്ഞ് മാധവമ്മക്ക് നന്നേ പ്രയാസം തോന്നി. കരയേണ്ട മോളെ, നിനക്ക് ഈ ബന്ധം വേണ്ടി പിന്നെ ആരാ ഇവിടെ നിർബന്ധിക്കുന്നത്? ചെറുക്കൻ്റെ കൈക്ക് വൈകലുണ്ടെന്ന കാര്യം ഇവിടെ ആരും നേരത്തെ പറഞ്ഞില്ലല്ലോ സുപ്രിയെ. ഒരു നൊമ്പരത്തോടെ മാധവിയമ്മ ചോദിച്ചു. ഞാൻ ഇപ്പോഴമ്മ അറിഞ്ഞ് നിഷേട്ടനോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ അമ്മയെ സുപ്രിയ താല്പര്യത്തോടെ തുടർന്നു. അവർക്ക് പെണ്ണിന് ഇഷ്ടമായി ഒന്നും വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നല്ലൊരു ജോലിയും വീടുണ്ടല്ലോ. വലിയ വൈകല്യൊന്നും ചെറുക്കന് കാണുന്നുമില്ല. അമ്മേ, അവൾക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടെ? ഏടത്തിയുടെ സംസാരം നയനയെ നന്നായി വേദനിപ്പിച്ചു. അവൾ സുപ്രിയയുടെ നേർക്ക് മുഖമുയർത്തി. അവരൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏടത്തി? സുപ്രിയയുടെ മുഖമൊന്ന് മങ്ങി. അതല്ല മോളെ, നീ നമ്മുടെ അവസ്ഥയും ചിന്തിച്ചു നോക്ക്. എല്ലാത്തിനും ഓടാൻ നിഷേധം മാത്രം. അല്ലെങ്കിൽ അത്ര സമ്പത്തുള്ളവരാണ് നമ്മൾ. വാടക വീടിൻ്റെ വക്കിൽ നിന്ന് എത്ര കഷ്ടപ്പെട്ട നിഷേട്ടൻ ഈ 10 സെന്റ് സ്ഥലം വാങ്ങിയോടെ വീട് വെച്ച് ഇതിൻ്റെ കടം വരെ ഇതുവരെ തീർന്നിട്ടില്ല. എനിക്കൊരു കല്യാണം വേണ്ട എടുത്തി. നിങ്ങളാരും എന്നെ ഓർത്ത് വിഷമിക്കുകയും വേണ്ട. സുപ്രിയ അധികം പറഞ്ഞു തരും മുന്നേ നയന കണ്ണുനീരോട് അതിന് തടയിട്ടു. എന്തൊക്കെ പറഞ്ഞാലും നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തരേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. നീ കരുതുന്ന പോലെ സൗന്ദര്യവും സമ്പത്തും അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ ഒരാളൊന്നും ജീവിതത്തിൽ വരാൻ പോകുന്നില്ല. അതൊക്കെ വല്ല കഥയിലും സിനിമയിലൊക്കെ നടക്കുമായിരിക്കും, ജീവിതത്തിലില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുറവുകൾ ഉള്ളപ്പോൾ. അമ്മേ, ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കൂ. സുപ്രിയ അല്പം കാര്യഗൗരവത്തോടെ മാധവിയമ്മയെ നോക്കി. മാധവിയമ്മ വളരെ ദുഃഖിതയായ സുപ്രിയയെ നോക്കി. അമ്മേ, സുപ്രിയ ഒന്ന് വരുമോ? ദേ അവരിറങ്ങിയായി. നിശാന്ത് വിളിച്ചു പറഞ്ഞു. വാ അമ്മേ. സുപ്രിയ മാധവിയമ്മയും കൂട്ടി ഹാളിൽ ചെന്നു. ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി? സതീഷിൻ്റെ അമ്മായി ചിരിയോടെ മാധവിയമ്മയോട് ചോദിച്ചിട്ട് സുപ്രിയയെ നോക്കി യാത്ര ചോദിച്ചു. ആ കുട്ടിയെ പിന്നെ പുറത്തേക്കൊന്നും കണ്ടില്ലാലോ? സതീഷിൻ്റെ അമ്മാവൻ നിശാന്തിനോട് ചോദിച്ചു. അവൾക്ക് നാണാവും. നീരജ് അത് കേട്ട് ഉത്തരം പറഞ്ഞു. ശരിയെന്നാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ബ്രോക്കർ എല്ലാവരുടെയും യാത്ര ചോദിച്ചു. ആ പിന്നെ കുട്ടിയോട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കുക കേട്ടോ. ബ്രോക്കർ നിശാന്തിനോടായി പറഞ്ഞു. ചേട്ടൻ ചെല്ല്, ഞാൻ വിളിക്കാം. നിശാന്ത് പുഞ്ചിരിച്ചു. അവർ പോയത് നീരജ് വേഗം അടുക്കളയിലെത്തി നയനയെ നോക്കി. കരഞ്ഞു വീർത്ത് അവളുടെ മുഖം കണ്ട് അവന് പെട്ടെന്ന് ചിരിയാണ് വന്നത്. നീ കരയാണോ? കണ്ടിട്ട് ഇയാൾക്ക് എന്താ തോന്നുന്നു? നയനക്ക് കരച്ചിലായ ദേഷ്യം തോന്നി നീരജിനോട്. നീ എന്തിനാണ് എന്നോട് ചൂടാവുന്നത്? ആള് നിനക്ക് ഇഷ്ടമല്ലേ ഏട്ടനോട് പറ. പെട്ടെന്ന് വീണ്ടും നയനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാലും ശരിയേട്ടാ, എന്നോട് എങ്ങനെ തോന്നി നിങ്ങൾക്കൊക്കെ ഇത്? അവിടെ ശബ്ദമിടറി. അപ്പോഴേക്കും സുപ്രിയ അങ്ങോട്ട് കടന്നു വന്നു.
നിനക്ക് വന്ന ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നു. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയ നയനെ, ആൾക്ക് നല്ലൊരു സർക്കാർ ജോലിയില്ലേ? നിന്റെ ഈ ചെറിയായിട്ട് എത്ര നാൾ കൊണ്ട് ടെസ്റ്റ് എഴുതുന്നു ഒരു ഗവൺമെന്റ് ഉദ്യോഗത്തിന്, എന്നിട്ട് കിട്ടിയോ? അത് ശരിയാടുത്തി, അംഗവൈകല്യമുള്ളവർക്ക് മുൻഗണനയാ. നീരജിന് ആ ഉദാഹരണത്തിന് ഇഷ്ടമായില്ലെങ്കിൽ നയനത് വിട്ടുകളഞ്ഞില്ല. നീരജിന്റെ ചുണ്ടിലൊരു ചിരിയൂറി. കിട്ടേണ്ടത് കിട്ടിയോ എന്നൊരർത്ഥം വരുന്ന ചിരിയോടെ അവൻ സുപ്രിയയെ നോക്കി. സുപ്രിയക്ക് പെട്ടെന്ന് ഉത്തരം മുട്ടി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? എനിക്കൊന്നും അറിയില്ല നയനെ. എന്താ ഇവിടെ അറിയാൻ പാടില്ലാത്ത? നിഷാന്തിന്റെ ഗൗരവമുള്ള മുഖം അവൻ സുപ്രിയെ ചോദ്യഭാഗത്തിൽ നോക്കി. വന്നവരെ വീടിന് പുറത്തേക്ക് യാത്ര അയച്ചിട്ട് അങ്ങോട്ട് വന്നതായിരുന്നു നിഷാന്തും അമ്മയും. മിന്നൂട്ടി നിഷാന്തിന്റെ കൈവിട്ടിട്ട് നയനയുടെ ദേഹത്തേക്ക് ചേർന്ന് അവളെ നോക്കി. അത് അവൾക്കൊരു സാന്ത്വനമായി തോന്നി. നിറഞ്ഞ കണ്ണുകളെ നയന മിന്നൂട്ടിയോട് പുഞ്ചിരിച്ചു. അപ്പ ആ ചെക്കനെ കല്യാണം കഴിക്കണ്ട, എനിക്ക് ഇഷ്ടമല്ല. മിന്നു, നിഷാന്ത് ശാസനയോട് വിളിച്ചു. വലിയേട്ടനെ തീരുമാനിച്ചുവെന്ന് നയനക്ക് തോന്നി. എങ്കിലും ഒരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതും വൃഥാവിലായിരിക്കുന്നു. നിഷാന്ത് നയനെ ശ്രദ്ധിച്ചു. എന്തിനാ മോളെ നീ കരയുന്നേ? മോനെ, ഇത് പോട്ടെ മക്കളെ, നമ്മുടെ നയനയ്ക്ക് ഈ ചെറുക്ക് ഒട്ടും ചേരില്ല. ഇവളെ അപേക്ഷിച്ച് കുറച്ച് പ്രായക്കൂടുതലുള്ള ആൾക്ക്. മാധവിയമ്മ അല്പയാചനയോടെ നിഷാന്തിനെ നോക്കി. അമ്മ ഇതെന്താണിട്ട് ഈ പറയുന്നേ? അവനത്ര പ്രായമൊന്നുമില്ല. എൻ്റെ പ്രായം 33 വയസ്സായിട്ടുള്ളൂ. പിന്നെ കുറച്ച് മുടി പോയെന്ന് വെച്ചെങ്ങനെയാ പ്രായമേറുന്നത്? ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാർക്കുള്ളതാ ഈ പ്രശ്നം. അവളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ മോനെ? പിന്നെ ഒരു കൈക്ക് വൈകല്യമല്ലേ? മാധവിയമ്മ ഒരു പ്രയാസത്തോടെ മൂത്ത മകനെ നോക്കി. ആ അമ്മയുടെ മനസ്സ് അറിയാതെ തേങ്ങിപ്പോയി. ഇന്ന് അദ്ദേഹം നാരായണേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അറിയാതെ ഓർത്തുപോയി. നിഷാന്ത് അമ്മയെ കുറ്റപ്പെടുത്തും പോലെ നോക്കി. എനിക്ക് ഇവിടെ കാര്യത്തിലൊരു വിചാരമില്ലെന്നാണോ അമ്മ ഈ പറഞ്ഞു വരുന്നേ? മാധവിയമ്മ ആകുലതയോടെ മകനെ നോക്കി. മോളെ നയനെ, ഏട്ടന് നിന്നെക്കുറിച്ച് ചിന്തയില്ലെന്നാണോ? ഇത് ജീവിതാ മോളെ. അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായി, പൊന്നും പണൊന്നും വേണ്ടെന്നായി. എന്ന് വെച്ച് ഏട്ടൻ നിന്നെ ബാധ്യ ഒഴിപ്പിച്ച് വിടിയൊന്നല്ല. നിനക്ക് തരേണ്ടല്ല ഏട്ടൻ കരുതി വെച്ചിട്ടുണ്ട് അത്യാവശ്യം. മിന്നൂട്ടിയെ പോലെ തന്നെയാ എനിക്ക് നീ. നിനക്ക് അത്യാവശ്യത്തിനും കൂടുതൽ സൗന്ദര്യമുണ്ട് മോളെ, അത് ശരിയാ. പക്ഷേ അതിനെ പരിഹരിക്കാവുന്ന മറ്റ് നേട്ടങ്ങളുണ്ട്. നമുക്ക് മറ്റു കുറവുകളില്ലേ? ഇന്നത്തെ കാലത്ത് സ്വത്തും നല്ലൊരു ജോലി അത്യാവശ്യമാണ്. നമ്മുടെ അച്ഛന് കൂടുതൽ സൗന്ദര്യം ഉണ്ടായിട്ടെന്താ അമ്മയോട് ചെയ്ത്? അത് അധികമായി പോയി, അതല്ലേ മറ്റൊരു സ്ത്രീയോടൊപ്പം പോയത്? നയനൊരു വിയോജിപ്പോടെ തന്നെ ഏട്ടനെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാനിത് ഉറപ്പിക്കാൻ പോവാ. നാളെ ഒരിക്കലും നന്നായെന്ന് നിനക്കും തോന്നും. ഇതുവരെ വന്ന എത്ര ആലോചനകളാ നീ തള്ളിപ്പറഞ്ഞ്. അപ്പോഴൊന്നും ഞാൻ എതിർന്നിട്ടില്ലല്ലോ. ഓ, നയനാകെ തകർന്നുപോയി. ഏട്ടൻ്റെ മുഖത്ത് നോക്കിയൊന്നും മറുത്തു പറയാനുള്ള ധൈര്യം അവൾക്ക് ഇല്ലായിരുന്നു. തനിക്കുള്ള വിസമ്മതം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് നയന അവിടെ നിന്നോടി തൻ്റെ റൂമിലെത്തി. ബെഡിലേക്ക് കമിഴ്ന്ന് വീണവൾ പൊട്ടിക്കരഞ്ഞു. മുടിയിൽ ആരോ തഴുകുന്നതറിഞ്ഞവൾ തിരിഞ്ഞു നോക്കി. പരിഭ്രമത്തോടെ മുന്നിൽ അമ്മ. മോളെ, നിന്റെ വലിയേട്ട ഈ ബന്ധത്തിന് സമ്മതിക്കുന്നു അമ്മ ഒട്ടും കരുതിയില്ല. വരട്ടെ, നിന്റെ ഏട്ടൻ തന്നെ ഇത് വേണ്ടെന്ന് വയ്ക്കുന്ന നമുക്ക് തോന്നുന്നു. എൻ്റെ പ്രാർത്ഥന എൻ്റെ കുഞ്ഞിനുണ്ട്. അമ്മയുടെ വാക്കുകളിൽ അവൾക്ക് തീരെ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഏട്ടൻ അത്രയും ഉറപ്പിച്ചിട്ട് ഇത്രയും നാൾ ഇഷ്ടപ്പെടുന്ന ആൾ വരാൻ വേണ്ടി താൻ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നു. അമ്മയുടെ മടിയിൽ തലവെച്ച് കരയുമ്പോൾ നയന ദൈവത്തോട് പരിഭവിച്ചു. അന്ന് രാത്രി ആരൊക്കെ നിർബന്ധിച്ചിട്ടും നയന ഒരു ഇറ്റു വെള്ളം പോലും കുടിക്കാൻ തയ്യാറായില്ല. ഡൈനിങ് ടേബിളിൽ നയനയും അമ്മയും ഒഴികെ മറ്റെല്ലാവരും ഇരുന്നു. അവളെവിടെ? അമ്മയും. ചെയർ നീക്കിയിട്ട് ഇരിക്കുന്നതിനിടയിൽ നിഷാന്ത് സുപ്രിയോട് ചോദിച്ചു. അവൾക്ക് ആഹാരം വേണ്ട, അമ്മക്ക് വേണ്ടത്രേ. ചോറ് കുഴച്ച് വായിൽ വെക്കാനാഞ്ഞ നിഷാന്ത് പെട്ടെന്ന് കസേര നീക്കി എഴുന്നേറ്റ്. അവന്റെ മുഖഭാവം കണ്ട് സുപ്രിയ നീരജൊന്ന് പകച്ചു. അമ്മേ, അവളെവിടെ? നയന. ഉറക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ട് അവൻ നയനയുടെ റൂമിലെത്തി. നയന ബെഡിൽ ഭിത്തിയോട് ചേർന്നിരിപ്പുണ്ട്. അമ്മ ബെഡിന്റെ അറ്റത്ത് എന്തോ ചിന്തയിലാണ്ടെന്ന പോലെ ഇരിക്കുന്നു. നയന, നീ എന്താ കഴിക്കാത്ത? അമ്മയെ വിളിച്ചോട്ട് വാങ്ങോട്ട്, നിഷാന്ത് ആജ്ഞാപനത്തോടെ പറഞ്ഞു. എനിക്ക് വേണ്ട. അതെന്താ, നീ എന്നോട് വാശി കാണിക്കുകയാണോ? അതിന് അമ്മയും കൂട്ടുക്കുവാണോ? നിഷാന്ത് ക്ഷോഭത്തോടെ അമ്മയെ നോക്കി. എനിക്ക് ആരോടും വാശി കാണിക്കണ്ട, എനിക്ക് വേണ്ട, അത്ര തന്നെ. എന്താണ് നീ പറഞ്ഞേ? നയന തർക്കുത്തരം പറയുന്നത് മനസ്സിലാക്കിയ നിഷാന്ത് കോപത്തോടെ അവൾ അടിക്കാനായി കയ്യോങ്ങി. പെട്ടെന്ന് സുപ്രിയ വന്നത് തടഞ്ഞു. നീരജ് റൂമിനുള്ളിലേക്ക് കടന്നു വന്നു. നയനെ, നീ അമ്മയും കൂട്ടി വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അല്പം ഗൗരവം അവൻ്റെ സ്വരത്തിലുണ്ടായിരുന്നു. നയന പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. മക്കളെ, എന്താ ഇത്? മാധവിയമ്മ ഇടപെട്ടു. നിഷാന്ത് അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. വീണ്ടും നിഷാന്തിന് നയനയോട് ദേഷ്യം കൂടുന്നുവെന്ന് മനസ്സിലാക്കിയ സുപ്രിയ അവനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. വീട്ടിൽ തന്നെ ആ ദേഷ്യം അവൻ സുപ്രിയോട് തീർത്തു. നിങ്ങളൊന്ന് വന്നേ, അവൾക്കിപ്പോൾ വേണ്ടാത്തതുകൊണ്ടല്ലേ, പിന്നീട് അവളമ്മയും വന്ന് കഴിച്ചോളൂ, വാ ഏട്ടാ. നീരജും സുപ്രിയയും കൂടി ചേർന്ന് നിഷാന്തിന്റെ കോപമടക്കി തിരികെ കൊണ്ടുപോയി. മാധവിയമ്മ വിഷമത്തോടെ എല്ലാത്തിനും സാക്ഷിയായി. അന്ന് രാത്രി നയനക്കും മാധവിയമ്മക്ക് ഉറങ്ങാനായില്ല. രാത്രി മുഴുവനും കരഞ്ഞു കരങ്ങിയ കണ്ണുകളോടെ നയന പുലരിയെ വരവേറ്റു. രാവിലെ മാധവിയമ്മയും സുപ്രിയ അടുക്കളയിലെ പ്രാതലിന്റെ തിരക്കിലായിരുന്നു. അമ്മേ,
നിശാന്ത് അങ്ങോട്ട് വന്നു. എന്താ മോനെ? ബ്രോക്കർ പിഷാട്ടിച്ചേട്ടൻ തൊട്ടുവിനെ വിളിച്ചിരുന്നു. തീരുമാനം എന്തായെന്നറിയാം. നമ്മുടെ ഭാഗത്തുനിന്നുള്ള സമ്മതം ഞാൻ കൊടുത്തു. പെട്ടെന്ന് മാധവിയമ്മയുടെ ഉള്ളൊന്ന് കാളി. അവരിനി ഒരു ദിവസം ഇങ്ങോട്ട് വരും, സതീഷിൻ്റെ അച്ഛനും അമ്മയും. മാധവിയമ്മ ഒന്നും മിണ്ടാനാവാതെ മകനെ മൂകയായി നോക്കി നിന്നു. എവിടെ വന്നായന? അവൾ എഴുന്നേറ്റില്ലേ? ഇന്ന് ഡ്യൂട്ടിക്ക് കൊണ്ടല്ലോ അവൾക്ക്. അവൾ നേരം പുലരോളം വരെ കരച്ചിലായിരുന്നു മോനെ. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. കരഞ്ഞു കറങ്ങിയ കണ്ണുകളുടെ മുഖം വല്ലാണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ലീവ് എടുക്കാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ നിശാന്തിന് വല്ലാത്ത വിഷമം തോന്നി. അല്ലെങ്കിൽ അവളിനി എന്തിനാ ജോലിക്ക് പോകുന്നത്? സുപ്രിയ അത് പറഞ്ഞപ്പോൾ നിശാന്ത് അവളെ തറപ്പിച്ച് നോക്കി. അവൾക്ക് ഇഷ്ടമുള്ളിടം വരെ അവൾ പോട്ടെ, അതിലൊന്നും ഇവിടെ ആരും തടസ്സം നിൽക്കണ്ട. അത് കേട്ട് സുപ്രിയയുടെ മുഖം വല്ലാതെയായി. നിശാന്ത് നേരെ പോയത് നയനയുടെ റൂമിലേക്കായിരുന്നു. അഴിഞ്ഞുലഞ്ഞ കേശഭാരത്തോടെ കാൽമുട്ടുകളിൽ തലയാഴ്ച കട്ടിൽ മെരിക്കായിരുന്നു നയന. മോളെ, നിശാന്ത് സ്നേഹത്തോടെ അനിയത്തെ വിളിച്ചു. നയന മുഖമുയർത്തി. ഇന്നലെ രാത്രി മുഴുവൻ കരഞ്ഞതിൻ്റെ കടുപ്പമുണ്ടായിരുന്നു അവളുടെ മുഖത്ത്. നിശാന്ത് വളരെ വേദനയോടുകൂടെ അവളുടെ നെറുകയിൽ തലോടി. ആ മുടിയടകൾ മാടിയൊതുക്കി വെച്ചു. എന്താ മോളെ ഇത്? നീ ഏട്ടനെ വിഷമിപ്പിക്കുകയാണോ? ഇന്നലെ സത്യമായിട്ട് മോൾ ആഹാരം കഴിക്കാത്തതിൻ്റെ വിഷമമുണ്ടാ? ഏട്ടന് പെട്ടെന്ന് ദേഷ്യം വന്നു. മോളുവാ, ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടൻ്റെ കൂടെ നിന്ന് കഴിക്കാം. നയന എഴുന്നേൽക്കാൻ മടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ദേ, എന്നെ കൊണ്ട് വടിയെടുപ്പിക്കോ നീ? നിശാന്ത് തമാശമട്ടിൽ പറയുന്നുവെങ്കിലും ആ മുഖത്ത് സങ്കടം നിഴലിക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ കലങ്ങി. എന്തോ അറിയാതെ നയനയുടെ കണ്ണുകൾ നിറഞ്ഞു. നിശാന്ത് വാത്സല്യത്തോടെ കണ്ണീര് തുടച്ചു. നീ എനിക്കെൻ്റെ മകളാ കുട്ടി. അത് പറയുമ്പോൾ നിശാന്തിൻ്റെ ശബ്ദമിടറി. പിന്നെ ഏട്ടനെ അനുസരിക്കാതിരിക്കാൻ നയനക്ക് കഴിഞ്ഞില്ല. നിശാന്ത് പല്ല് തേക്കാനും മുഖം കഴുകാനും അവളെ ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടു. നയന ചെല്ലുമ്പോൾ 3 പ്ലേറ്റിൽ ഇഡ്ഡലിയും സാമ്പാർ എടുത്തു വെച്ച് നിശാന്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അരികിൽ മിന്നൂട്ടിയും. മിന്നുമോൾ ഇന്നലത്തെ അച്ചയുടെ ചൂടെന്നറിയാൻ നേരത്തെ ഉറങ്ങിപ്പോയിരുന്നു. നിശാന്ത് രണ്ടാൾക്ക് ഇഡ്ഡലി പിച്ച് വായിൽ വെച്ച് കൊടുത്തു. അന്ന് രാത്രി 8 മണിക്ക് നിശാന്ത് ഭവനിലൊരു ഫോൺ കോൾ വന്നു. നയന റൂമിലിരിക്കുകയായിരുന്നു. അമ്മയൊക്കെ ഹാളിൽ ഭയങ്കര ചർച്ച. ഏടത്തിയുടെയും ഏട്ടൻ്റെയും ഒച്ചകൾ ഉയരുന്നുണ്ട്. നയന കാര്യമറിയാതെ അമ്പരുന്നു. പക്ഷേ പതിയെ അവളുടെ മുഖം പ്രകാശിക്കാൻ തുടങ്ങി. അല്ലേ, ഇവിടെ വന്ന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞു പോയതിന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നാളില്ലേ നിഷേട്ടാ? സാരില്ല മോനെ, അത് നീ വീട്. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. വേറെ നല്ല ആലോചനകൾ ഇനിയും വരാലോ. അമ്മ ഏട്ടനെ സമാധാനിപ്പിക്കുന്നു. അതെ അമ്മേ, എൻ്റെ പെങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിനെ അടിച്ചേൽപ്പിക്കാൻ പോയതിന് എനിക്ക് ഇത് തന്നെ വേണം. അത് കേട്ടുകൊണ്ടാണ് നയന ഹാളിലേക്ക് ചെന്ന്. വിവാഹം മുടങ്ങിയതിൻ്റെ സന്തോഷം അവളുടെ മുഖത്തുണ്ടെങ്കിലും ഏട്ടൻ്റെ മുഖത്തെ ആ സങ്കടവും നിരാശയും നയനെ വിഷമിപ്പിച്ചു. എൻ്റെ മോൾക്ക് നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു രാജകുമാരൻ വരും. നിശാന്ത് വിഷാദം കലർന്നൊരു പുൻസിരിയോടെ പെങ്ങളെ നോക്കി. ഹാളിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ അമ്മ അവളോടൊരു കാര്യം പറഞ്ഞു. മോളെ, നീ രക്ഷപ്പെട്ടു. അമ്മ പറഞ്ഞില്ലേ ഇത് നടക്കില്ലെന്ന്? എന്തു പറ്റി അമ്മേ? അവൾ വളരെ സന്തോഷത്തിലായി. അവർക്ക് 50 പവനും 3 ലക്ഷവും ഒരു കാറും വേണമെന്ന് ആവശ്യപ്പെട്ടു. ചെറുക്കൻ്റെ അമ്മയുടെ നിർബന്ധമാണത്രേ അത്. പിന്നെ അത് പറയുമ്പോൾ അമ്മയുടെ മുഖത്തെ ശോകം നയന ശ്രദ്ധിച്ചു. അച്ഛൻ മറ്റൊരുളോടൊപ്പം പോയ വീട്ടുകാരെ സഹിക്കാൻ അവർക്ക് ഇത്രയും കിട്ടിയാൽ മതിയാവൂന്ന്. എന്തായാലും അദ്ദേഹം കാരണം നിനക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല മോളെ. മാധവിയമ്മ കണ്ണുകൾ തുടച്ചു. പിറ്റേന്ന് നയന വളരെ ആഹ്ലാദവതിയായി തന്നെ ജോലിക്ക് പോയി. 2 ദിവസങ്ങൾ കൂടി കടന്നുപോയി. പിറ്റേന്ന് വൈകിട്ട് ഒരു ഹാപ്പി ന്യൂസുമായി നീരജ് വീട്ടിലേക്ക് കയറി വന്നു. അവൻ്റെ കയ്യിൽ കുറേ സ്വീറ്റ്സും ഉണ്ടായിരുന്നു. അവൻ്റെ ആഹ്ലാദം കണ്ട് എല്ലാവരും കാര്യറിയാതെ അമ്പരുന്നു. മക്കളെ, നീ കാര്യം പറ. മാധവിയമ്മ ആശങ്കപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടമ്മേ. എങ്ങനെ? സുപ്രിയ ആരാഞ്ഞു. അതൊക്കെ ഉണ്ട് എടുത്തി. ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയില്ലെങ്കിലും ഒരു ഓഫീസ് മുഴുവൻ ഇൻചാർജ് ആയിട്ടിരിക്കാനുള്ള ഭാഗ്യം ജീവിതകാലം മുഴുവൻ എനിക്കുണ്ടായി. സുപ്രിയൊന്ന് കുത്തി നീരജ് അവൾ നോക്കി പൊട്ടിച്ചിരിച്ചു. ആർക്കും കാര്യം പിടിയിട്ടില്ല. കാര്യം പറയാം മോനെ, എങ്ങനെയാ? അമ്മ ചോദിച്ചു. അമ്മ ശിവാനിയുടെ ഡാഡിയെന്ന് വിളിച്ചില്ലേ? അത് അന്ന് വളരെ നന്നായിട്ട് തന്നെ സ്വീകരിച്ചല്ലോ. നിനക്ക് ജോലി കിട്ടിയോ അതോ? വീണ്ടും സുപ്രിയ അതിശയം വിട്ട് മാറാൻ ചോദിച്ചു. അതേ എടുത്തി. സുപ്രിയ പറഞ്ഞു വരുന്നതെന്താണ് മനസ്സിലാക്കി അവൻ സന്തോഷത്തോടെ പറഞ്ഞു. അതേ, ഞങ്ങളുടെ യുവാവിനെ സമ്മതിച്ചു അമ്മേ. ഒന്നും മനസ്സിലാകാതെ നോക്കി നിൽക്കുന്ന മാധവി അമ്മയോടായി അവൻ എടുത്തു പറഞ്ഞു. അമ്മയുടെ മുഖത്ത് ഒരേപോലെ അതിശയവും സന്തോഷവും കളിയാടി. സത്യമാണ് മോനെ ഇത്? മാധവി അമ്മയ്ക്ക് വിശ്വസിക്കാനായില്ല. അതെ അമ്മേ. വിശ്വസിക്കാനാവാതെ സുപ്രിയയും നയനയും അവനെ മിഴിച്ചു നോക്കി. ഇന്നാട് എടുക്ക്. നിറഞ്ഞ പുൻസിരിയോടെ നയനയുടെ നേർക്കാമൽ ലഡുവിൻ്റെ ബോക്സ് നീട്ടി. അവൾ ആ ബോക്സ് മൊത്തം കയ്യിലേക്ക് വാങ്ങി. ഇനി ഇത് എനിക്കിരിക്കട്ടെ. ആ, നീ എടുത്തോടി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ബാക്കി എല്ലാവർക്കും സ്വീറ്റ്സ് വിതരണം ചെയ്തു. രാത്രി നിശാന്തിനോട് ഈ വിവരം പറഞ്ഞപ്പോൾ അവനും വളരെയധികം സന്തോഷമുള്ളൊരു വാർത്തയായിരുന്നു അത്. അധികം വൈകാതെ ശിവാനിയുടെ ഡാഡിയും മമ്മിയും നിശാന്ത് ഭവനിലെത്തി. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് നല്ല സ്വീകരണം ഒരുക്കി. വിവാഹത്തിന് മുമ്പ് ബന്ധുക്കളേക്ക് വിളിച്ചു വരുത്തി നമുക്ക് മോതിരടൽ ചടങ്ങ് നടത്തണം.
അതിനി വരുന്ന ആഴ്ച തന്നെ ആവട്ടെ. വിവാഹം അടുത്ത മാസത്തെ ആദ്യത്തെ സൺഡേയിലും. ശിവാനിയുടെ ഡാഡി പറഞ്ഞു. അതവിടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ അംഗീകരിച്ചു. പോവാൻ നേരം ശിവാനിയുടെ അച്ഛൻ നിഷാന്തിൻ്റെ കയ്യിലേക്ക് 2 ലക്ഷം രൂപയുടെ ചെക്ക് വെച്ച് കൊടുത്തു. അവനത് വല്ലാത്ത നാണക്കേട് തോന്നി. എങ്കിലും സ്നേഹപൂർവ്വം തന്നെ അത് നിരസിക്കുകയായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ശിവാനിയുടെ അച്ഛന് നിഷാന്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമായി. ഇറങ്ങാൻ നേരം നീരജിൻ്റെ ജാതകം കൂടി വാങ്ങിയിട്ടാണ് അവർ മടങ്ങിയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ടെന്ന് ശിവാനിയുടെ അച്ഛൻ നിഷാന്തിനെ വിളിച്ച് അറിയിച്ചു. എല്ലാവരും നീരജിന് വന്ന ഭാഗ്യമോർത്ത് സംതൃപ്തിപ്പെട്ടു. നയനയുടെ ആലോചന മുടങ്ങിപ്പോയതിൻ്റെ ദുഃഖമല്ല നിഷാന്തിന് നീരജിൻ്റെ കാര്യത്തിൽ ഇരട്ടി സന്തോഷമായി തിരികെ വന്നു. വേഗം തന്നെ ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. വലിയൊരു റിസപ്ഷൻ ഹാളിൽ മോതിരമാറ്റം ചടങ്ങ് പൊടി പൊടിക്കുമ്പോൾ ഒരു രാജകുമാരിയെപ്പോലെ ഒരുങ്ങി നിന്ന നയനയിൽ കണ്ണുടക്കി ഒരാൾ നിന്നിരുന്നു. മറ്റ് ചെറുപ്പക്കാരുടെ ശ്രദ്ധയും അവളിലായിരുന്നു. ചടങ്ങുകളെല്ലാം വളരെ ഗംഭീരമായി തന്നെ നടന്നു. അവിടെ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉള്ള വ്യത്യാസമൊന്നും ശിവാനിയുടെ വീട്ടുകാർക്ക് നീരജിൻ്റെ വീട്ടുകാരോട് ഇല്ലായിരുന്നു. നീരജിനെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി. അവൻ്റെ ആ സ്മാർട്ട്നെസ്സും ഇടപെടലുമൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടമായതിൻ്റെ ആഹ്ലാദം ശിവാനിയുടെ മുഖത്ത് പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. അവരുടെയൊക്കെ ആ പെരുമാറ്റവും സൗഹൃദപരമായ ഇടപെടലുമൊക്കെ നിഷാന്തിനെ അങ്ങേയറ്റം സന്തുഷ്ടനാക്കി. മാധവിയമ്മയും. ഒരു ദിവസം നയന ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കണ്ട് അവൾ അതിശയിച്ചു. സുപ്രിയ ഓടി വന്ന് അവളുടെ കൈ പിടിച്ചു. മോളെ, നീയും രക്ഷപ്പെട്ടിടി. എന്താ എടുത്തി? ഏടത്തിയുടെ സന്തോഷം അവളുടെ മുഖത്തും പ്രകടമായി. അമ്മയും നല്ല സന്തോഷവതിയായി കാണപ്പെട്ടു. നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു പ്രപ്പോസൽ എനിക്ക് വന്നിടി പെണ്ണേ. നമ്മുടെ ശിവാനിയുടെ വല്യച്ഛൻ്റെ ഭാര്യയുടെ ആങ്ങളിയുടെ മകനാ പുള്ളി. നിന്നെ മോതിരിടൽ ചടങ്ങിന് കണ്ട് ഒത്തിരി ഇഷ്ടമായെന്ന്. പിന്നെ കാണാനും തെറ്റില്ല. നമ്മുടെ നീരജിനേക്കാൾ ഒരു വയസ്സ് മൂപ്പ് മാത്രമേ ഉള്ളൂ. മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് കേട്ടോ. നയനിയുടെ മുഖം നാണത്താൽ തൊടുത്തു. അമ്മയും സുപ്രിയ അവളുടെ മുഖഭാവം ശ്രദ്ധിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കി അവൾ ലജ്ജകളെന്നൊരു പുൻസിരിയോടെ തൻ്റെ റൂമിലേക്ക് ഓടാൻ നേരം നീരജ് വേഗം അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു. കണ്ടില്ലേ പെണ്ണിൻ്റെ മുഖം മാറിയത്? അവൻ അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞു നോക്കി കളിയാക്കി ചിരിച്ചു. ഇനിയിപ്പോൾ ഇതിനെതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? ഒന്ന് പോ ചെറിയേട്ടാ. അവൾ അവനെ തള്ളി മാറ്റി മുന്നോട്ടോടി തൻ്റെ റൂമിൽ വന്നിന്ന് കണ്ണാടിയിലേക്ക് നോക്കി. ഒടുക്കം വന്നൂല്ലേ എൻ്റെ രാജകുമാരൻ? അവൾ നല്ലൊരു പുഞ്ചിരി കൊടുത്തു തൻ്റെ പ്രതിബിംബത്തിലേക്ക്. സുന്ദർ നയനയെ നോക്കി മന്ദഹസിച്ചു. അന്ന് ആദ്യമായി ഒരു പെണ്ണുകാണലിന് തയ്യാറായി അവൾ സ്വയം ഇഷ്ടപ്രകാരം ഒരുങ്ങിയിരുന്നു. ആ ഭംഗി മുഴുവൻ സുന്ദർ തൻ്റെ കണ്ണുകളാൽ ഊറ്റിയെടുത്തു. അവൾ അവനൊരു പുഞ്ചിരി കൊടുത്തു. പക്ഷെ അതിൽ കുറവുകളുണ്ടായിരുന്നു. പെണ്ണുകാണൽ ചടങ്ങിന് അതുവരെ ഉണ്ടായിരുന്ന അവളുടെ ആഹ്ലാദമെങ്ങോ പാതി ഓടി മറഞ്ഞിരുന്നു. ആൾക്ക് താൻ കൊതിക്കുന്ന മുഖമേ അല്ല. സുന്ദറിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അടുക്കാൻ എന്തോ പ്രയാസമുള്ള പോലെ അവൾക്ക് തോന്നി. സുന്ദറിൻ്റെ അച്ഛനും അമ്മക്കും നനയെ ഒത്തിരി ഇഷ്ടമായി. അവിടെ ഒപ്പം ശിവാനിയുടെ ഡാഡി ഉണ്ടായിരുന്നു. മോളെ, നിനക്ക് ചെക്കനെ ഇഷ്ടമായോ? അവർ പോയത് മാധവിയമ്മ മകളോട് ചോദിച്ചു. നീരജ് നിശാന്തോളം പ്രതീക്ഷയോടെ നോക്കി. അതിന് മറുപടി പറഞ്ഞ സുപ്രിയയാണ്. പിന്നില്ലാതെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധമാണ് ഇതൊക്കെ. അത്ര വഴിഞ്ഞൊഴുകിയ സൗന്ദര്യങ്ങളിലും നയനയുടെ കൂടെ നടക്കുമ്പോൾ ആരും അയ്യേന്ന് പറയില്ല. അല്ലെങ്കിലും ചെക്കനേക്കാൾ കാണാൻ ഇപ്പം മുന്തിൽക്കേണ്ട പെണ്ണ് തന്നെയാണ്. അപ്പം ചെറുക്കന്മാർ പൊന്നു പോലെ നോക്കിക്കോളും. നയന എല്ലാവരെയും നോക്കിന്ന് പുഞ്ചിരിച്ചല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിശാന്ത് അവളെ സംശയത്തോടെ നോക്കി. എന്താ മോളെ, നീ തുറന്നു പറ. നിനക്കിഷ്ടമായ അവനെ? സുന്ദർ വരും മുമ്പ് ഇതിലും സന്തോഷമായിരുന്നല്ലോ നിനക്ക്? ഏയ് അങ്ങനെയൊന്നുമില്ല ഏട്ടാ, എനിക്കിതിനെ സമ്മതം. അവളുടെ അഭിപ്രായം അവരെയും സന്തോഷിപ്പിച്ചു. റൂമിലേക്ക് നടക്കുമ്പോൾ അവൾ ഓർത്തു, ശരിക്കും ഇതാണോ തൻ്റെ രാജകുമാരൻ? നയനയുടെയും സുന്ദറിൻ്റെയും നീരജിൻ്റെയും ശിവാനിയുടെയും വിവാഹം ഒരേ വേദിയിൽ നടത്താനുള്ള തീരുമാനമായി. നിശാന്ത് നയനക്കായി കരുതിയിരുന്ന 30 പവൻ നൽകി. ശിവാനിയുടെ ഡാഡി അവൾക്ക് 5 പവൻ്റെ ഡയമണ്ട് നെക്ലസ് ഗിഫ്റ്റായി കൊടുത്തു. സുന്ദറിൻ്റെ വീട്ടുകാർ സ്ത്രീധനോ അച്ചാരോ നിരസിച്ചിരുന്നതിനാൽ നിശാന്തിന് നയനയുടെ കാര്യത്തിൽ അധികം കടബാധ്യത ഏൽക്കേണ്ടി വന്നിരുന്നില്ല. പണ്ട് കളിയാക്കിയ ഒറ്റപ്പെടുത്തിയ ബന്ധുക്കളൊക്കെ നാരായണന്റെ കുടുംബത്തിന് വന്ന ഭാഗ്യമോർത്ത് കൺമീഴിച്ചപ്പോൾ മാധവിയമ്മയുടെയും നിഷാന്തിൻ്റെയും കണ്ണുകളിൽ നിന്നും ആനന്ദബാഷ്പങ്ങൾ പൊഴിഞ്ഞു വീണു. സുന്ദറിൻ്റെ വീട്ടുകാർ 70 പവൻ ആഭരണങ്ങൾ നയനക്കായി കൊണ്ടിട്ടു. ശിവാനിക്ക് 300 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. വിവാഹത്തിന് നയനയുടെ കൂട്ടുകാരൊക്കെ പങ്കെടുത്തു. സുന്ദർ നിന്റെ ഭാഗ്യമാണെന്ന് അവളുടെ കാതിൽ കൂട്ടുകാർ രഹസ്യം പറഞ്ഞു. എല്ലാവർക്കും അതാണ് അവളോട് പറയാനുള്ളത്. ഇതവളുടെ ഭാഗ്യമാണത്രേ. പതിയെ അവൾക്കും അത് തോന്നി തുടങ്ങി. മനസ്സിനകത്ത് ബാക്കിയുണ്ടായിരുന്ന സുന്ദറിനോടുള്ള അകൽച്ച നീങ്ങി തുടങ്ങിയായിരുന്നു. നിശാന്ത് തൻ്റെ അനുജത്തിയെ സുന്ദറിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ മാധവിയമ്മയുടെ ഹൃദയം നൊന്തു. ആ സമയം തൻ്റെ ഭർത്താവിൻ്റെ അസാന്നിധ്യമോർത്ത് മാധവിയമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. 2 വിവാഹങ്ങളും വളരെ മംഗളപൂർവ്വമായി തന്നെ നടന്നു. നീരജും ശിവാനിയും നയനയും സുന്ദറും മാതാപിതാക്കളുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. നീരജിനും ശിവാനിക്കും നിറഞ്ഞ സന്തോഷം മാത്രമായിരുന്നു. അവിടെ ഒരു ബന്ധു കിട്ടിയ അവസരം പാഴാക്കാതെ അടക്കം പറഞ്ഞു തുടങ്ങി. നീരജിന് അനന്തം നമ്പിയാർ ദത്തെടുത്ത പോലെ അധികം വൈകാതെ തന്നെ അത് സംഭവിച്ചേക്കാം. അതിനെന്താ അങ്ങനെ സംഭവിച്ച? നമ്പ്യാരുടെ ഒറ്റ മകളല്ലേ ശിവാനി. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ നോക്കിയെടുത്താൻ അവർക്കിനി മുതൽ നീരജല്ല വേണ്ടേ?
അല്ലെങ്കിൽ അവൻ്റെ കുടുംബം നിശാന്തിനുള്ളതല്ലേ? അവൻ്റെ വിയർപ്പാണല്ലോ അത്. അത് കേട്ടൊരു ബന്ധു മറുപടി പറഞ്ഞു. അത് ഇഷ്ടപ്പെടാതെ മറ്റേ ബന്ധുവിൻ്റെ മറുപടി: നിശാന്ത് നീരജിന് ഉടനെ വിട്ടുകൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവനെ കുടുംബസ്നേഹമുള്ളവനാ. ബന്ധുക്കളിൽ ചിലർക്ക് അസൂയയും മറ്റു ചിലർക്ക് നിറഞ്ഞ സന്തോഷവുമായിരുന്നു. നയന ഭർത്തൃഗൃഹത്തിലേക്ക് പോകാനുള്ള സമയമായി. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒക്കെ എൻ്റെ മോളുടെ ഭാഗ്യ. അവരാരെയും നീ വിഷമിപ്പിക്കരുത്. സന്തോഷമായിട്ട് ജീവിക്കണം. അമ്മ നിറഞ്ഞ കണ്ണുനീരോടെ സ്നേഹോപദേശം നൽകി. ഏട്ടനോട് ഏടത്തിയോട് നയന യാത്ര ചോദിക്കുമ്പോൾ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിശാന്തിന് നിറക്കണ്ണുകളോട് തൻ്റെ കുഞ്ഞനുജത്തിയോട് മാത്രമായി പറയാൻ ഒന്ന് രണ്ട് വാക്കുകളുണ്ടായിരുന്നു. അവൻ്റെ വ്യസനം നിറയുന്ന മുഖവും നിറയുന്ന കണ്ണുകളും കണ്ട് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നയന ഏട്ടൻ്റെ കൈ കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. സന്തോഷമായി പോയി വാ മോളെ. നിശാന്ത് അവളെ ചേർത്ത് നിർത്തി കണ്ണുനീരോടെ നെറുകയിൽ ചുംബിച്ചു. നീരജും ശിവാനി അവർക്ക് യാത്രാനുമതി നൽകി. ഒരേ ശാഖയിൽപ്പെട്ട കുടുംബങ്ങളിലേക്കാണല്ലോ നയനയും നീരജും ചെന്നെത്തുന്നത്. അതോർത്ത് എല്ലാവരുടെയും മനസ്സ് നിർവൃതിയിലാണ്. നയനയും സുന്ദറും കാറിൽ കയറി പോകുന്ന നോക്കി എല്ലാവരും സംതൃപ്തിയോടെ നോക്കി നിന്നു. ആ വലിയ വീട്ടിൽ നയനയ്ക്ക് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്തു. സുന്ദർ സുഹൃത്തുക്കളോടൊപ്പമാണ്, വില കൂടിയ വിദേശ മദ്യങ്ങളുടെ നടുവിൽ. സുന്ദറിന് മൂത്ത 2 ഏട്ടന്മാരുണ്ട്. അവരുടെ ഭാര്യമായ രാധികയും മിൻമിനിയും അവരുടെ കുട്ടികളുമെല്ലാം നയനയ്ക്ക് ചുറ്റിലുമാണ്. കുട്ടികൾ അവരുടെ നയനച്ചിറ്റിയെ കൗതുകത്തോടെ നോക്കി. എല്ലാവരും അവളോട് അടുത്തുകൂടെ നോക്കുന്നുണ്ട്. നയന അവർ ചോദിക്കുന്നതിനൊക്കെ ഒരു പുഞ്ചിരിയോടെ ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ നിന്നൊരു 6 വയസ്സുകാരിയോട് അവൾക്ക് വല്ലാത്തൊരടുപ്പം തോന്നി. തൻ്റെ മിന്നൂട്ടി അവൾക്ക് ഓർമ്മ വന്നു. ഓ, ഒന്ന് മാറിയ കുട്ടികളെ, ആ കുട്ടിയൊന്ന് ശ്വാസം വിടട്ടെ അവിടെ. സാരില്ലമ്മേ, അവരിവിടെ നിന്നോട്ടെ. നയന സുന്ദറിൻ്റെ അമ്മയെ നോക്കി പുഞ്ചിരി തൂവി. അതൊക്കെ പിന്നെ ആവാം. ഇപ്പം നീ പോയിന്ന് ഫ്രഷായി ഡ്രസ്സ് മാറ്റി. കല്യാണം കൂടാൻ കഴിയാത്ത നമ്മുടെ കുറച്ച് ബന്ധുക്കൾ റിസപ്ഷന് കാണും. വേഗാവട്ടെ. സുന്ദറിൻ്റെ അമ്മയിൽ നിന്നൊരു ആജ്ഞയുടെ സ്വരം ഉയർന്നു. നയന പെട്ടെന്ന് വല്ലാതെയായി. റൂമിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ അവൾ വാതിലടച്ച് കുറ്റിയിട്ടു. അവൾക്ക് വല്ലാതെ ഒറ്റപ്പെടൽ തോന്നി. വെഡ്ഡിംഗ് മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ അവൾ തൻ്റെ വീടിനെയും വീട്ടുകാരെയും ഓർത്തുകൊണ്ടിരുന്നു, പ്രത്യേകിച്ച് അമ്മയെ. ബാത്റൂമിൽ കയറി നന്നായി ഫ്രഷായി അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുതിയൊരു ഡ്രസ്സ് എടുത്ത് അണിഞ്ഞു. അപ്പോഴേക്കും വാതിലൊരു മുട്ട് കേട്ടു. അവൾ ചെന്ന് നോക്കിയപ്പോൾ മിൻമിനി രാധികയുമാണ്. അവൾ ധരിച്ച ഡ്രസ്സിലേക്ക് അടിമുടി നോക്കി. അവരുടെ കയ്യിൽ മറ്റൊരു ഡ്രസ്സിൻ്റെ പാക്കറ്റും ജ്വല്ലറി ബോക്സും ഉണ്ടായിരുന്നു. ഇതെന്താ റിസപ്ഷൻ നടക്കില്ലേ താഴെ? ഈ ഡ്രസ്സിടാം. മനോഹരമായ വില കൂടിയൊരു ബ്രൗൺ കളർ ഗൗണായിരുന്നത്. അതിന് ചേർന്ന ഓർണമെന്റ്സും. അവർ വീണ്ടും അവളെ ഭംഗിയായി ഒരുക്കി. അവിടെ റിസപ്ഷന് ഫോട്ടോഷൂട്ടൊന്നും ഇല്ലായിരുന്നു. സുന്ദറിന് അതിനോടൊന്നും താല്പര്യമില്ലാത്രേ. രാധിക അവളോട് പറഞ്ഞു. ബന്ധുക്കൾ ഓരോരുത്തരും നയനെ വന്ന് പരിചയപ്പെടാൻ തുടങ്ങി. അവളുടെ സൗന്ദര്യത്തിൽ എല്ലാവരും കണ്ണുവെക്കുന്നുണ്ടായിരുന്നു. സുന്ദറിന്റെ മുഖത്ത് ഗൗരവഭാവമായിരുന്നു. 1-2 വാക്കുകൾ മാത്രമല്ലാതെ നയനയോട് അധികമായി സംസാരിക്കുകയോ പുഞ്ചിരിക്കുകയോ ഉണ്ടായില്ല. അവൾക്കതിൽ സന്ദേഹം തോന്നുന്നുണ്ടായിരുന്നു. ഈ തിരക്കിൻ്റെയും ബഹളത്തിൻ്റെയും ഒക്കെ തിക്കുമുട്ടലാവുമെന്ന് അവൾ ഊഹിച്ചു. മറ്റു ബന്ധുക്കളെല്ലാം അവളോട് വളരെ നല്ല സൗഹൃദത്തിൽ തന്നെ പെരുമാറിയിരുന്നു. റിസപ്ഷൻ കഴിഞ്ഞ് അടുത്ത ബന്ധുക്കളൊഴിച്ച് ബാക്കിയെല്ലാവരും പിരിഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു. ആദ്യ രാത്രി നയനയെ മണിയറയിലേക്ക് ആനയിക്കാൻ രാധികയും മിൻമിനിയും അവളൊരു സെറ്റ് സാരി ഭംഗിയായി ഞൊറിഞ്ഞുടുപ്പിച്ചു. മുടിയിൽ മുല്ലപ്പൂമാല ഭംഗിയായി കൊളുത്തി. സെറ്റ് സാരിക്ക് ചേരുന്ന വിധം മിതമായുള്ള ആഭരണങ്ങൾ മാത്രമേ നയനയെ അവർ അണിയിച്ചിരുന്നുള്ളൂ. മണിയറ വളരെ ഭംഗിയായി സെറ്റ് ചെയ്തിരുന്നു. ചുവന്ന റോസാപ്പൂക്കളുടെ പ്രിന്റുള്ള ബെഡ്ഷീറ്റിലേക്ക് മുല്ലപ്പൂക്കൾ വാരി വിതറിയിരുന്നു. അവൾ ചെല്ലുമ്പോൾ റൂമിൽ സുന്ദറുണ്ടായിരുന്നില്ല. പക്ഷെ ഏതോ അത്ര സുഖകരമല്ലാത്ത ഗന്ധം അവിടെ തങ്ങിന്നിരുന്നു. നയനയെ അവിടെയാക്കി രാധികയും മിൻമിനിയും വേഗം കൺമറഞ്ഞു. ഒരു പരിഭ്രമത്തോടെ നയന ബെഡിലേക്ക് ഇരുന്നു. അതിനടുത്ത സ്റ്റോറേജ് ടേബിളിൽ പാലും പഴവർഗ്ഗങ്ങളും നിരന്നിരുന്നു. ബാത്റൂമിൻ്റെ അകത്തുനിന്നും വെള്ളം വീഴുന്ന ഒച്ചവൾ കേട്ടു. നയനയൊന്ന് ആകുലപ്പെട്ടു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അവളുടെ ഹൃദയം കാളാൻ തുടങ്ങി. ഇന്ന് തൻ്റെ ആദ്യരാത്രിയാണ്. ആദ്യമായി ഒരു പുരുഷനോടൊപ്പം തനിച്ച്. സുന്ദറിന്റെ ഗൗരവം നിറഞ്ഞ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. പെണ്ണ് കാണലിൻ്റെ അന്നാണ് ആളൊന്ന് ചിരിച്ചു കണ്ടത്. ചിന്ത അത്രയുമായപ്പോഴേക്കും ബാത്റൂമിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഒരു ടവൽ മാത്രം എടുത്ത് സുന്ദർ പുറത്തേക്കിറന്ന് കണ്ടപ്പോൾ നയനൊന്ന് അന്താളിച്ചു പോയിരുന്നു. സുന്ദർ അവളെ കണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ പോലെ ഒന്ന് വീക്ഷിച്ചു. നീ വന്നിട്ട് കുറേ സമയമായോ? ഇല്ല. സുന്ദർ അവൾ അടിമുടി കണ്ണുകൾ കൊണ്ട് നൊഴിഞ്ഞു. വല്ലാത്തൊരു ചിരി സുന്ദറിന്റെ ചുണ്ടിലെത്തി. അതിൻ്റെ അർത്ഥം നയനയ്ക്ക് വേർതിരിച്ചെടുക്കാനായില്ല. സുന്ദർ അവിടെ മുന്നിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ നയന മുഖം കുമ്പിട്ടിരുന്നു. പിന്നീട് ഒരു ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കുമ്പോൾ സുന്ദർ വാതിലടച്ച് കുറ്റിയിടുകയാണ്. നയനയുടെ ഹൃദയത്തിന്റെ താളം വേഗത്തിലാകാൻ തുടങ്ങും മുമ്പേ അടുത്ത നിമിഷം റൂമിൽ ഇരുണ്ട നീല നിറം നിറഞ്ഞു. നയന ഒന്ന് ശ്വാസം വിടാൻ പോലും മറന്നിരുന്നു. അവൾ വല്ലതും പ്രതികരിക്കും മുന്നേ സുന്ദർ ഒരു ആവേശത്തോടെ വന്ന് അവളുടെ ഇരുകവളിൽ ആർത്തിയോടെ അമർത്തി ചുംബിച്ചു. മുഖത്തെ അസ്ഥികൾ നുറുങ്ങുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. നയന ഒരു അസ്വസ്ഥതയോടെ സുന്ദറിനെ തട്ടിമാറ്റാൻ ആരംഭിച്ചു.
അവളുടെ ആ കൈകളെ ശക്തമായി സുന്ദർ പിടിച്ചമർത്താൻ തുടങ്ങുമ്പോൾ അവൾ നിലതെറ്റി ബെഡിലേക്ക് മറിഞ്ഞു വീണു. സുന്ദർ ഉടനടി അവളുടെ മീതേക്ക് മറിയാൻ തുടങ്ങി. വിടന്നെ. നയനയുടെ ഒച്ച പുറത്തേക്ക് വന്നില്ല. അത് പറഞ്ഞു തീരും മുന്നേ സുന്ദർ അവിടെ വയറുമേൽ ശക്തിയായി അമർത്തി. ഒരുതരം വെറുപ്പോടെ നയന സർവ്വശക്തിയും എടുത്ത് കുതിരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. തൻ്റെ എതിർപ്പെല്ലാം വിഫലമായി പോകുമോ എന്ന് അവൾ ഭയപ്പെട്ടു. വല്ലാതെ തളരുകയാണ്. നയനയെ അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ സുന്ദർ അവളുടെ സാരി വകഞ്ഞു മാറ്റി തൻ്റെ നഖമുന കൊണ്ട് അവളുടെ ശരീരത്തിൽ ക്ഷതങ്ങളേൽപ്പിക്കാൻ തുടങ്ങി. ഊഫ്! അവൾ അതിവേദനയോടെ ഞെരങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾ അത് നന്നായി ആസ്വദിക്കാൻ ആരംഭിച്ചു. നയനയുടെ തേങ്ങ അയാളിലൊരു ഹര നിറക്കുകയായിരുന്നു. നയന ഇരുണ്ട വെട്ടത്തിൽ സുന്ദറിന്റെ ആ വികൃതമാക്കപ്പെട്ട മുഖത്ത് ആനന്ദം കണ്ട് അറപ്പോടെ അതിശക്തമായി കുതിർന്നുവെങ്കിലും അയാളുടെ ശക്തിക്കുമ്പിൽ അവൾ തളർന്നു. സുന്ദർ അവളുടെ സാരിക്കുത്തിലേക്ക് പിടുത്തമിട്ടപ്പോൾ അവൾ വീണ്ടും സർവ്വശക്തിയോടെ അതിനെ തടയാൻ ശ്രമിച്ചു. അടങ്ങിക്കിടന്നോളാം അവിടെ, അല്ലെങ്കിൽ ഞാനിതെല്ലാം വലിച്ചു കീറും. നയന ഞെട്ടിപ്പോയി. അയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ നയനയെ വളരെയധികം ഭയപ്പെടുത്തുകയായിരുന്നു. ഇല്ല, താനിവിടെ തളരാൻ പാടില്ല. ഈ ഭ്രാന്തന്റെ കയ്യിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടണമെന്ന് അവളുടെ മനസ്സ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. സുന്ദർ അവളെ നഗ്നയാക്കാനുള്ള ശ്രമത്തിലേക്ക് ഒരുങ്ങുന്ന ആ ഒരൊറ്റ നിമിഷം ധാരാളം മതിയായിരുന്നു നയനക്ക്. ആ വീണ് കിട്ടിയ അവസരം കൊണ്ടവൾ ഒരമാനുഷിക ശക്തി കൈവന്ന പോലെ സുന്ദറിനെ ആഞ്ഞു തള്ളി. അഴിഞ്ഞുലയാൻ പോയ തന്റെ സാരി വേഗം കയ്യിലെടുത്തുകൊണ്ടവൾ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. വെപ്രാളത്തോടെ കിതച്ചുകൊണ്ട് ബാത്റൂമിന്റെ വാതിലടച്ച് കൊളുത്തിട്ട നയന അഴിഞ്ഞു നിലത്തേക്ക് ഊർന്നു വീഴാനൊരുങ്ങിയ സാരിയിലേക്ക് നോക്കി വിതുമ്പി. അവളാകെ തകർന്നു പോയിരുന്നു. ഇതാണ് താൻ സ്വപ്നം കണ്ട ആദ്യ രാത്രി. പ്രേമാർദ്രമായ ഒരു നോട്ടമോ വാക്കുകളോ മൃദുവായ ചുംബനമോ വാത്സല്യം തുളുമ്പുന്നൊരു സ്പർശനവും മാത്രമാണ് ഏതൊരു പെണ്ണിൻ്റെയും സ്വപ്നം. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസത്തെ ഇങ്ങനെ ഇത്ര ചീപ്പായിട്ടാണോ എല്ലാവരും അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? ഇയാൾ ശരിക്കും മനുഷ്യനാണോ അതോ രക്തമൂറ്റിയെടുക്കുന്ന പിശാച്? നയനയുടെ സമനില തെറ്റിയവൾ ബാത്റൂമിലെ തണുത്ത ഫ്ലോറിലേക്ക് ഊർന്നിരുന്നു പോയി. വിശാലമേറിയ ബാത്റൂമിൻ്റെ ആ ടെറാക്കോട്ട ടൈൽസിൽ നിന്നും അവിടെ കാലുകളിലേക്ക് തണുപ്പ് അരിച്ച് കയറുന്നുവെങ്കിൽ കൂടിയും വെട്ടിപ്പിളരുന്ന തലയുടെ ചൂടിനെ അതിജീവിക്കാൻ നയന നന്നേ പ്രയാസപ്പെട്ടു. അർത്ഥമില്ലാതെയായിപ്പോയ തൻ്റെ ജീവിതമോർത്ത് അവൾ നന്നേ ഭയപ്പെട്ടു. ഇതാണോ ഇത്രയും കാലം താൻ മോഹിച്ച്? തനിക്ക് ദൈവം വിധിച്ച് ഇതുപോലെ ഒരാളോടൊപ്പമുള്ള ജീവിതമായിരുന്നു? ആരുടെ കണ്ണിലും പ്രണയവും കാണാതെ കൂടെയെത്തിയ പ്രണയങ്ങളൊക്കെയും തള്ളിപ്പറഞ്ഞ് തൻ്റെ സ്വപ്നകുമാരനെ കാത്തിരുന്ന് ഈ ഒരു ദിനത്തിന് വേണ്ടിയായിരുന്നു. മൃഗതുല്യമായി താനിപ്പോൾ പിച്ച് ചീന്തപ്പിടികല്ലായിരുന്നു. വൻ ചതി. വീണ്ടും ഒരു ഭയം നയനെ തേടിയെത്തി. അയാളിപ്പോൾ താൻ വാതിൽ തുറന്നിറങ്ങുന്ന കാത്ത് അയാൾ അവിടെ പതുങ്ങി നിൽപ്പുണ്ടാവോ? അവളുടെ ഭയാനകമായ ആകുലതകൾ നീണ്ടുപോയി. എന്നാൽ സുന്ദറിന്റെ ഭാഗത്തുനിന്ന് ഒരു അറ്റാക്കും വന്നില്ല. മെല്ലെ വാതിൽ തുറന്ന് സുന്ദറിനെ വീക്ഷിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല. എങ്ങനെയും ബാത്റൂമിൽ തന്നെ നേരം വെളുപ്പിക്കാൻ നയന തീരുമാനിച്ചു. ഇനി മുതൽ എന്താവും തൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നതെന്നോർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. കുറേ കരഞ്ഞ് അവളൊരു തീരുമാനത്തിലെത്തി. സഹിക്കണമല്ല, ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി. നയനയുടെ സ്വപ്നങ്ങളെല്ലാം എന്താ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് പച്ചയായ ജീവിതമാണ്. പെട്ടെന്ന് നയന എടുത്തിയുടെ വാക്കുകളോർത്തു. പച്ചയായ ജീവിതം ചിലർക്ക് സമ്മാനിക്കുന്ന തീരാ നൊമ്പരമാണ്. പരിഹാരം കാണാനാവാതെ, നീതി കിട്ടാതെ അത് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നരകിപ്പിച്ചേക്കാം. എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് വിധിക്കപ്പെട്ടവർ അവരുടെ ബലിയാടുകളാണ്. എപ്പോഴും പൊറുക്കേണ്ടതും സഹിക്കേണ്ടതും വിധിക്കപ്പെട്ട ബലിയാടുകളാണ്. നീതി എവിടെ? അതെ, താനും ഇന്നിൻ്റെ ബലിയാടാണ്. സഹിക്കാൻ, ഒക്കെ സഹിക്കാൻ. തൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഇനി അങ്ങനെ ഒടുങ്ങട്ടെ. ഒരിക്കലും ചെറിയേട്ടനും താൻ കാരണം ഒരു ക്ഷീണം വരാൻ പാടില്ല. ഏടത്തിക്കേട്ടനും തീരാ ബാധ്യതയും അമ്മയ്ക്ക് നിലക്കാത്ത കണ്ണുനീരുമായി താനാവാൻ പാടില്ല. ഓരോന്നോർത്ത് കണ്ണുനീരാൽ അവിടെ അന്നത്തെ പ്രഥമ രാത്രി തണുത്തുറഞ്ഞു പോയി. ഒരു നടുക്കത്തോടെ നയന കണ്ണു ചിമ്മി തുറന്ന് ചുറ്റും നോക്കി. ഒരു തണുപ്പ് ദേഹമാകെ പടരുകയാണ്. ബാത്റൂമിന്റെ ഭിത്തിയിൽ നിന്നൊരു പല്ലി ചിലച്ചു. ആ പല്ലിയിലേക്കൊന്ന് ശ്രദ്ധ തിരിച്ചപ്പോഴേക്ക് ഇന്നലെ രാത്രിയിലെ സംഭവം ഒന്നായി അവളുടെ ബോധമണ്ഡലത്തിലേക്ക് വീണ്ടും ഉൾക്കൊള്ളാനാവാതെ കടന്നു വന്നു. നയന ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ കാലു പെരുത്തവൾ വേച്ചുപോയി. ഭിത്തിയിലേക്ക് കൈ താങ്ങി നയനെ അത് ബാലൻസ് ചെയ്തു. അല്പനേരത്തിന് ശേഷം കാലിലെ മരവിപ്പ് പതിയെ മാറുന്നവൾ അറിഞ്ഞു. നേരെ ഇപ്പം എന്തായിട്ടുണ്ടാവും? 1-2 നിമിഷങ്ങൾക്കകം നയന എന്നും സംഭവിക്കട്ടെ എന്ന് കരുതി ബാത്റൂമിന്റെ വാതിൽ മെല്ലെ തുറന്നു. ആ ചെറിയ വാതിൽ വിടവിലൂടെ നയന ആ റൂം നിരീക്ഷിച്ചു. ആരെയും കാണാനില്ല. അവിടെ ബെഡിൽ പോലും സുന്ദർ ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്നുള്ള പ്രകാശം ജനൽപ്പാളികൾ കൂടി അകത്തേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. നേരം നന്നായി പുലർന്നു എന്നവൾക്ക് മനസ്സിലായി. നയന വേഗം പുറത്തേക്ക് ഇറങ്ങി. ആ റൂമിന്റെ വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്ത് ഒരു വെപ്രാളം പോലെ അവൾ കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് കുളിക്കാനായി വീണ്ടും ബാത്റൂമിലേക്ക് കയറി. ഷവറിൽ നിന്നും ജലഗണങ്ങൾ നയനയുടെ മീതേക്ക് പെയ്തിറങ്ങി. ദേഹത്ത് അവിടെ ഇവിടെയായി നീറാൻ തുടങ്ങിയിരുന്നു.
ഒരു നടുക്കത്തോടെ നയന ബാത്റൂമിലെ നിലക്കണ്ണാടിയിലേക്ക് നോക്കി. വയറിലും കഴുത്തിന് താഴെയുമായി നീണ്ട വരയുടെ പോറലുകളിൽ നിന്നും ജലത്തോടൊപ്പം അരിച്ചിറങ്ങുകയാണ് നഖക്ഷതങ്ങളുടെ പോറലേറ്റ നീറലുകൾ. അവളുടെ മിഴിനീരിനെ പുറന്തള്ളാൻ ജലത്തുള്ളികളുടെ സമ്മർദ്ദം അനുവദിച്ചില്ല. പക്ഷെ ആ ഹൃദയത്തിൻ്റെ നോവിനെ പുറന്തള്ളാൻ അവൾക്ക് മിഴിനീർ അത്യാവശ്യമായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.